ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. കോഴിക്കോട്ടെ ഹർഷീന, കാട്ടാക്കടയിലെ സുമയ്യ, ചവറയിലെ വേണു, മാനന്തവാടിയിലെ ദേവി, കോന്നിയിലെ തൻസീർ, പാലക്കാട്ടെ 4ാം ക്ലാസ്സുകാരി വിനോദിനി. ഒരു ഇന്റർനെറ്റിന്റെയും സഹായമില്ലാതെ ഒറ്റയിരുപ്പിന് ഓർക്കാനാകുന്ന പേരുകളും ഇനിയുമുണ്ട്. കേരള മോഡൽ എന്ന നമ്മുടെ അഭിമാനപൂരിത വാചകത്തിന്റെ നട്ടെല്ലായ പൊതുജനാരോഗ്യത്തിനു മേൽ അപായ സൈറൻ മുഴങ്ങുന്നത് ഈ പേരുകൾക്കൊപ്പം കേൾക്കാം. കേരളത്തിലെ ഒരു മെഡിക്കൽ കോളേജിൽ പോയി നോക്കണം. പല നാട്ടിൽ നിന്നും കിട്ടാവുന്ന വണ്ടിയൊക്കെ കയറി പുലരും മുൻപ് ഒരു കപ്പ് കാപ്പി പോലും കുടിക്കാതെ വരിവരിയായി നിന്ന് OP ടിക്കറ്റ് എടുത്ത് വഴി പോലും അറിയാതെ തിക്കിത്തിരക്കി ഡോക്ടർമാരുടെ മുന്നിലെത്തുന്നത് അടുത്തുള്ള സഹകരണ ആശുപത്രിയിലെങ്കിലും പോകാൻ പാങ്ങില്ലാത്തവരാണ്. പോയാൽ വീട്ടിലടുപ്പ് പോയില്ല എന്ന് ഉറപ്പുള്ളവരാണ്. ബില്ലടയ്ക്കാൻ വഴിയുണ്ടാകില്ല എന്ന് ഉറപ്പുള്ളവരാണ്. 3.5 കോടി ജനങ്ങൾ മാത്രമുള്ള കേരളത്തിൽ ഇപ്പോൾ 5402 സ്വകാര്യ ആശുപത്രികൾ ഉണ്ടെന്നാണ് കണക്ക്. എന്നിട്ടും ഇവിടുത്തെ സർക്കാർ ആശുപത്രികളിൽ ആൾക്കൂട്ടം ഒഴിയുന്നില്ല എങ്കിൽ 2 കാര്യങ്ങൾ: കാശില്ലായ്മയും സർക്കാർ സേവനങ്ങളോടുള്ള വിശ്വാസവും. ആ വിശ്വാസത്തിന് മുകളിൽ അശ്രദ്ധയുടെയും അവഗണനയുടെയും ഉത്തരവാദിത്തമില്ലായ്മയുടെയും ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഓരോന്നോരോന്നായി വീണുകൊണ്ടിരിക്കുമ്പോൾ ചോദ്യം ചെയ്യപ്പെടുകയും വിമർശിക്കപ്പെടുകയും സ്വാഭാവികമാണ് മന്ത്രി. അതിനുത്തരം ക്ഷോഭവും പരിഹാസവുമല്ല. പിന്നെ നാടാകെ രോഷം കൊണ്ടിരിക്കുമ്പോൾ റീത്തുവെച്ച് അപക്വ പ്രതിഷേധവുമായി പ്രതിപക്ഷമിറങ്ങിയാൽ അത് നിങ്ങൾ ഉന്നയിക്കുന്ന വിഷയത്തിന്റെ മൂർച്ച കുറയ്ക്കുമെന്നെങ്കിലും മനസ്സിലാക്കണം. ജനത്തിന്റെ റീത്താർക്ക് എന്നതാണ് ചോദ്യം. ചർച്ചയിൽ CPM നിന്നും M പ്രകാശൻ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് OJ ജനീഷ്, ഡോക്ടർ അബ്ദുൽ ബാസിദ് KGM-CTA പ്രതിനിധി, A സജീവൻ രാഷ്ട്രീയ നിരീക്ഷകൻ. അത് ഞാൻ ശ്രീ A സജീവനിലേക്ക് പോവുകയാണ്. ശ്രീ A സജീവൻ, കഴിഞ്ഞ 2-3 ദിവസങ്ങളായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കേരളത്തിന്റെ അനാരോഗ്യം, ആ വിഷയം ഗൗരവത്തോടെ കേരളം ചർച്ച ചെയ്യുമ്പോൾ ഇന്നിപ്പോൾ റീത്ത് പ്രതിഷേധം, അത് ആരോഗ്യമന്ത്രിയുടെ വീട്ടിലേക്ക് ഇരച്ചു കയറി വീടിന്റെ ഗേറ്റ് തള്ളിത്തുറന്ന് അകത്ത് റീത്ത് വെക്കുന്ന പ്രതിഷേധം. അപ്പോൾ ആ വിഷയം മാറിപ്പോവുകയാണോ? ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ട ഗുരുതരമായ വിഷയങ്ങളിൽ നിന്നും വിഷയം മാറി ഇപ്പോൾ റീത്ത് വയ്ക്കാമോ എന്നതിലേക്ക് മാറുന്നുണ്ടോ? സ്മൃതി, താങ്കൾ പറഞ്ഞ പോലെ ഇത് അതിഗുരുതരമായിട്ടുള്ള പ്രശ്നമാണ്. പെട്ടെന്ന് കൃത്യമായ നടപടികളിലൂടെ പരിഹരിക്കേണ്ട പ്രശ്നമാണ്. അവിടെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണർന്ന് പ്രവർത്തിക്കണം. സർക്കാർ, മന്ത്രിമാർ ഉണർന്ന് പ്രവർത്തിക്കണം. അതിനനുസരിച്ചിട്ടുള്ള സമ്മർദ്ദം പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് ഉണ്ടാവണം. അതിന് റീത്ത് വയ്ക്കൽ എന്നത് ഒരു പരിഹാരമേ അല്ല. അതൊരു രാഷ്ട്രീയ നാടകം മാത്രമായിട്ട്, തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു കാര്യം മാത്രമായിട്ട് നമ്മളിതിനെ കാണേണ്ടതുണ്ട്. കാരണം അതുകൊണ്ട് എന്താണ് നേട്ടം? മന്ത്രിയുടെ വീട്ടിലേക്ക് തള്ളിക്കയറിയിട്ട് അവിടെ റീത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടുമോ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. രണ്ടാമത്തെ കാര്യം, അത് പറയുമ്പോൾ പോലും സർക്കാരെല്ലാം കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതല്ല. ഇവിടെ ആവർത്തിച്ച് താങ്കൾ തന്നെ പറഞ്ഞ പോലെ എണ്ണി പറയാവുന്ന ഓരോ സ്ഥലത്തും, ഓരോ സർക്കാർ ആശുപത്രിയിലും, മെഡിക്കൽ കോളേജ് മുതൽ താഴോട്ടേക്കുള്ള PSCകളിൽ വരെ ഉണ്ടാവുന്ന ഇത്തരം പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ ആവർത്തിച്ച് വരുമ്പോഴും അത് ഏതെങ്കിലും ഒരു ഡോക്ടർക്കെതിരെയോ അല്ലെങ്കിൽ ഏതെങ്കിലും നേഴ്സിനെതിരെയോ അല്ലെങ്കിൽ ഏതെങ്കിലും പാരാമെഡിക്കൽ സ്റ്റാഫിനെതിരെയോ എന്തെങ്കിലും നടപടി എടുത്തുകൊണ്ട് കാര്യമല്ല. സിസ്റ്റത്തിൻ്റെ പ്രശ്നമുണ്ട്. ആ സിസ്റ്റത്തിൻ്റെ പ്രശ്നം പരിഹരിക്കുക എന്ന് പറയുന്നതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം സർക്കാരിനാണ്. ആ സർക്കാർ നടപടിയിലേക്ക് പോകുന്ന ഒരവസ്ഥയുണ്ടാവണം. ഇപ്പോൾ സർക്കാർ വളരെ കൃത്യമായിട്ട് ഈ വിഷയം മാറ്റാൻ എളുപ്പമായി. പ്രതിപക്ഷത്തിൻ്റെ അല്ലെങ്കിൽ പ്രതിപക്ഷ സംഘടനകളുടെ ചില ഇത്തരത്തിലുള്ള സമരാഭാസങ്ങൾ മൂലം വിഷയം മാറ്റാനുള്ളൊരു അവസരം കിട്ടുകയാണ്. ശരിയായ വിഷയം എന്ന് പറയുന്നത് ഇവിടെയുള്ള സർക്കാർ ആശുപത്രികളിൽ വേണ്ടത്ര സൗകര്യങ്ങളുണ്ട്, വേണ്ടത്ര സ്റ്റാഫുണ്ടോ, ഇത്തരം കാര്യങ്ങളൊക്കെ. പിന്നെ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ ലഘൂകരിച്ച് കാണിക്കുന്ന ഒരു കാര്യം, അത് ഏറ്റവും തമാശയായിട്ട് ഇപ്പോൾ കാണുന്നത് 10 വർഷക്കാലം പോലെ ഇത്തരത്തിലുള്ള ഒരു ശസ്ത്രക്രിയാ ഉപകരണം വയറ്റിൽ കിടന്നാലും പ്രശ്നമുണ്ടാവില്ല. 50 വർഷം 50 വർഷക്കാലം ഇങ്ങനെയൊക്കെ വയറ്റിൽ കിടന്നാലും പ്രശ്നമുണ്ടാവില്ല എന്നൊക്കെ പറയുമ്പോൾ അതവരൊരു കാര്യം ചെയ്താൽ പോലെ, ശസ്ത്രക്രിയ ചെയ്തിട്ട് ഇതെല്ലാം കൂടി അവിടെ വെച്ച് തുന്നി കെട്ടിയാൽ മതിയല്ലോ, എന്നാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് വെച്ചാൽ അതല്ലല്ലോ ഇത് പറയേണ്ടത്. പ്രതികരിക്കേണ്ടത് ഇങ്ങനെ ചെയ്ത് അവിടെ ഒരു ശസ്ത്രക്രിയ നടത്തി കഴിഞ്ഞാൽ അവിടെ ആ ശസ്ത്രക്രിയ പൂർണ്ണമാവുന്നത് ആ ശസ്ത്രക്രിയ ഉപകരണങ്ങളൊക്കെ എടുത്തു മാറ്റിയിട്ട് രോഗിക്ക് വേണ്ട രൂപത്തിലുള്ള പരിചരണം കൊടുക്കുക എന്നുള്ള, അത് കൊടുക്കാതെ ഇത്തരത്തിൽ ന്യായീകരണങ്ങളിലേക്ക് പോകുന്നു എന്ന് പറയുന്നിടത്താണ് ഏറ്റവും വലിയ ആ സിസ്റ്റത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം.
അത് വീഴ്ച വരുത്തിയ ഡോക്ടർമാർ പക്ഷേ അല്ലെങ്കിൽ ഡോക്ടറോ അല്ലെങ്കിൽ ബാക്കി പാരാമെഡിക്കൽ സ്റ്റാഫോ ഈ തരത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവർ ബോധപൂർവ്വം ഉണ്ടാക്കിയാവണമെന്നില്ല. പക്ഷേ അതിനെ ന്യായീകരിക്കുന്നിടത്ത് അതിനേക്കാൾ ഭീകരമായിട്ടുള്ള പ്രശ്നമുണ്ട്. ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കുമ്പോൾ ഓരോ ജില്ലയും മാറി 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 വന്നുകൊണ്ട് ഓരോ സർക്കാർ ആശുപത്രി മാറി മാറി ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അപ്പോഴൊക്കെ ഞങ്ങൾ പരിഹാരം കാണുമെന്ന് പറഞ്ഞ് പോകുന്നതല്ലാതെ സിസ്റ്റത്തിലെ ഈ പാളിച്ച അതിന് ഒന്നാമത് വേണ്ടത്ര സ്റ്റാഫ് വേണ്ടി വരും, അതിന് വേണ്ട സൗകര്യങ്ങൾ വേണ്ടി വരും. ഇപ്പം നമുക്കറിയാം പല ഘട്ടങ്ങളിലും ശസ്ത്രക്രിയാ ഉപകരണങ്ങളില്ലാതെ മരുന്നില്ലാതെ ആണ് സർക്കാർ ആശുപത്രികൾ പ്രവർത്തിക്കുന്നത്. ഇതിൻ്റെയൊക്കെ നേട്ടം കൊയ്യുന്നത് മറുഭാഗത്തുള്ള ഈ സ്വകാര്യ ആശുപത്രികളാണ്. അപ്പോൾ സ്വകാര്യ ആശുപത്രി താങ്കൾ പറഞ്ഞ പോലെ അത് ഓരോ ദിവസവും ഇങ്ങനെ താഴ്ച വളരുകയാണ്. എന്തുകൊണ്ട് താഴ്ച വളരുന്നു? സാമ്പത്തിക ശേഷി ഇല്ലാത്ത ആളുകൾ പോലും ഇപ്പോൾ സർക്കാർ ആശുപത്രിയിലേക്ക് പോകുന്നവരും സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകുന്നൊരവസ്ഥ ഉണ്ടാകുന്നുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ എന്തുകൊണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതിനുള്ള പരിഹാരത്തിലേക്ക് പോകണം. അത് നമ്മുടെ ഇവിടുത്തെ ചികിത്സാ രീതി ഗംഭീരമാണ്, ലോകോത്തരമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ഇവിടെ ഫുൾ പ്രൂഫായിട്ട് കാര്യങ്ങൾ നടപ്പാക്കുന്നുണ്ടോ? ഇവിടെ വേണ്ടത്ര മരുന്നുണ്ടോ? ഇവിടെ വേണ്ടത്ര സ്റ്റാഫുണ്ടോ? ഇവിടെ വേണ്ടത്ര ഉപകരണങ്ങളുണ്ടോ? ഇതൊക്കെ നമ്മൾ നടപ്പാക്കാൻ പണ്ട് കെ കരുണാകരൻ്റെ കാലത്താണ് ഈ മെഡിക്കൽ കോളേജുകൾ റഫറൽ ആശുപത്രികളാക്കി മാറ്റിയിരുന്നത്. അദ്ദേഹം മാറ്റുകയല്ല പ്രഖ്യാപിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ നോക്കൂ, കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന കാലം ഏതാണ്? ഷൺമുഖദാസ് എന്ന് പറയുന്ന മന്ത്രി, അന്ന് അദ്ദേഹം MLA ആയിരുന്നു. അദ്ദേഹത്തിന് അപകടം പറ്റിയപ്പോഴാണ് ഈ സംഭവം പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്. പക്ഷേ ഇപ്പോഴും നമ്മുടെ മെഡിക്കൽ കോളേജുകൾ ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൻ്റെ രീതിയിലൊക്കെ പ്രവർത്തിക്കേണ്ടി വരും. കാരണം നേരിട്ട് ആളുകൾ അവിടെ പോകുന്നു, അവിടെ വിദഗ്ധ ചികിത്സ കിട്ടാത്തൊരവസ്ഥയുണ്ട്. കാരണം അവിടെ താഴെ തട്ടിലുള്ള ആശുപത്രികളിൽ ഒന്നുകിൽ മരുന്നുണ്ടാവില്ല, ഡോക്ടർമാരുണ്ടാവില്ല, ശസ്ത്രക്രിയാ സൗകര്യങ്ങൾ ഉണ്ടാവില്ല, ഇങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇതിന് കൃത്യമായ പരിഹാരം കാണാൻ ഇപ്പോഴും കഴിയുന്നില്ല. നമ്മൾ ഓരോ സംഭവങ്ങൾ ആവർത്തിക്കുകയാണ്, എന്തെങ്കിലുമൊക്കെ തർക്കത്തിലൂടെ പറയുന്നു, ഇതേപോലെ റീത്ത് വെക്കലിൻ്റെ ഒരു പ്രഹസനത്തിലൂടെ പ്രതിപക്ഷം പോകുന്നു, ഇത് പരിഹരിക്കപ്പെടാതെ പോകുന്നു. താങ്കൾ ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. ജനം ആരുടെ മുമ്പിലാണ് റീത്ത് വെക്കേണ്ടത്? ഈ രണ്ട് വിഭാഗത്തിൻ്റെയും ഭരണകൂടത്തിൻ്റെയും പ്രതിപക്ഷത്തിൻ്റെയും മുമ്പിൽ തന്നെയാണ് റീത്ത് വെക്കേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. ശരി. OJ ജനീഷ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ്. ശ്രീ ജനീഷ്, ഇപ്പോൾ ഇന്ന് നിങ്ങൾ നടത്തിയ നിങ്ങൾ ഇന്ന് പ്രതിഷേധം നടത്തേണ്ടവരാണ്, ഒരു തർക്കവുമില്ല. ആരോഗ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പ്രതിഷേധം നടത്താം, ആരോഗ്യമന്ത്രിയെ വഴിയിൽ തടയാം, ആരോഗ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി കാണിക്കാം. പക്ഷേ താമസിക്കുന്ന വീട്ടിലേക്ക് തള്ളിക്കയറി വന്ന് റീത്ത് വെക്കുന്ന പ്രതിഷേധം അത് ആരുടെ നിർദ്ദേശത്താലാണ്? പ്രതിപക്ഷ നേതാവിന്റെ നിർദ്ദേശത്താലാണെന്ന് മന്ത്രി വീണ ജോർജ് പറയുകയാണ്. അതിന് എന്താണ് യൂത്ത് കോൺഗ്രസ് നൽകാനുള്ള മറുപടി? ഇന്നിപ്പോൾ നോക്കൂ, വിഷയമാകെ മാറി. ഈ പറയുന്ന ഉഷയുടെ ശസ്ത്രക്രിയ കഴിഞ്ഞ് വയറ്റിനകത്തു നിന്നും കത്രിക പുറത്തെടുത്ത ദിവസമാണ്. അതിൽ ഊന്നേണ്ടതിനു പകരം ഇന്ന് നിങ്ങളുടെ പ്രതിഷേധ പരിപാടി, അതിനെതിരെ ശക്തിയുക്തം പ്രതികരിക്കാൻ ഇന്ന് ഭരണപക്ഷത്തിനാവുകയാണ്. പ്രതിരോധത്തിലായിരുന്ന ഒരു സംവിധാനം ഇപ്പോൾ സടകുടഞ്ഞെഴുന്നേൽക്കുന്നത് നിങ്ങളുടെ സമരരീതി കൊണ്ടാണ്. OJ ജനീഷ്, എന്താണ് മറുപടി? അല്ല, ഞാൻ ആ വാദത്തെ അംഗീകരിക്കുന്നില്ല. ഞങ്ങളുടെ സമരരീതികൾ കൊണ്ട് സർക്കാർ ഇന്ന് സടകുടഞ്ഞ് എഴുന്നേറ്റു. സർക്കാരിൻ്റേത് ഒരു സ്ഥിരം ക്ലീഷേ വാദങ്ങളാണ്. ജോയി പറഞ്ഞതുപോലെ, തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ജോയി പറഞ്ഞതുപോലെ, ഒരു വനിതയെന്ന പരിഗണന നൽകാതെയാണല്ലോ യൂത്ത് കോൺഗ്രസിൻ്റെ സമരം എന്നാണ് പറഞ്ഞത്. ഒരു വനിത അഡ്മിനിസ്ട്രേറ്റീവ് രംഗത്ത് വന്നാൽ അവർക്ക് പിന്നെ പ്രത്യേക പരിഗണനകൾ നൽകണം എന്നുണ്ടോ? അല്ലെങ്കിൽ അവിടുത്തെ പോരായ്മകൾക്കെതിരെ സമരം ചെയ്യാൻ പാടില്ല എന്നുണ്ടോ? ഞങ്ങൾ യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ സമരമാണ് ആരോഗ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുമ്പിലാണ് നടന്നത്. ആരോഗ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുമ്പിൽ സമരം ചെയ്യാൻ പാടില്ല എന്നുണ്ടോ? അവിടെ യൂത്ത് കോൺഗ്രസിന്റെ വീട്ടിലേക്ക് തള്ളിക്കയറി വീടിന്റെ ഗേറ്റ് തുറന്നിട്ട് അല്ല, അത് ഞാൻ പറയാം. ആരോഗ്യ വകുപ്പ് മന്ത്രിക്ക് നേരെ പ്രതിഷേധമുണ്ടാകുമെന്നുള്ളത് കേരളത്തിന്റെ ഇന്റലിജൻസ് സംവിധാനങ്ങൾക്ക് തിരിച്ചറിയാനുള്ള ഉത്തരവാദിത്വം ഉണ്ടായിരുന്നില്ലേ? ആഭ്യന്തര വകുപ്പിന്റെ പരാജയമല്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത്രയേറെ വിഷയങ്ങൾ സംസ്ഥാനത്തിനകത്ത് ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായിട്ട് ആ ആരോഗ്യ വകുപ്പ് മന്ത്രിക്ക് നേരെ അല്ലെങ്കിൽ അവരുടെ സംവിധാനങ്ങൾക്ക് നേരെ സമരമുണ്ടാകുമെന്ന് സ്വാഭാവികമായി പ്രതീക്ഷിക്കേണ്ടതല്ലേ? അവിടെ സമരവുമായി കടന്നു കയറുന്ന ചെറുപ്പക്കാർ അവിടെ ഗേറ്റിന് മുമ്പിൽ ആകെ ഉണ്ടായിരുന്ന 2 പോലീസുകാർ മാത്രമാണ്. അവരാദ്യം ഗേറ്റിന് മുമ്പിൽ സമരം ചെയ്തു. ഗേറ്റ് തള്ളി തുറക്കുന്ന ഒരു ഘട്ടമുണ്ടായി. അവിടെയും തടയാൻ പോലീസ് ഉണ്ടായിരുന്നില്ല. സ്വാഭാവികമായി അകത്ത്
പ്രവേശിച്ച ആളുകൾ വീടിൻ്റെ പിന്നെ വാതിലിൽ റീത്ത് സമർപ്പിച്ച് പ്രതിഷേധിക്കുകയാണ് ചെയ്തത്. അവിടെ ഏതെങ്കിലും ജനൽ ചില്ലകളോ അല്ലെങ്കിൽ ഏതെങ്കിലും വാതിലുകളോ ഏതെങ്കിലും ചെടിച്ചട്ടികളോ ഒക്കെ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് വന്ന സമരക്കാർ എറിഞ്ഞുടക്കുകയോ തകർക്കുകയോ ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായോ? നിങ്ങൾ രാഹുൽ ഗാന്ധിയുടെ ഓഫീസിലേക്ക് SFI പ്രവർത്തകർ സമരം നടത്തിയ ഒരു ചിത്രം നിങ്ങൾ ഓർക്കുന്നില്ലേ? ആ ഓഫീസ് ആകെ അടിച്ചു പൊളിക്കുന്ന സാഹചര്യം. കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ ഓഫീസിലേക്ക് സമരം നടത്തുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടില്ലേ? അത് അദ്ദേഹത്തിൻ്റെ പിന്നെ സർക്കാർ കൊടുത്ത ഒരു ഓഫീസൊന്നും ആയിരുന്നില്ല, അദ്ദേഹത്തിൻ്റെ MLA ഓഫീസാണ്. ആ MLA ഓഫീസിലേക്ക് സമരം നടത്തിയിട്ട് അവിടെ ഉണ്ടായിരുന്ന ജീവനക്കാരെ മർദ്ദിക്കുകയും ചെയ്തില്ലേ? ആർക്കെതിരെ പോലീസ് കേസെടുത്തത്? അന്ന് അവിടെ ഉണ്ടായിരുന്ന ജീവനക്കാർക്കെതിരെയാണ് കേസെടുത്തത്, അദ്ദേഹത്തിൻ്റെ സ്റ്റാഫുകൾക്കെതിരെയാണ് കേസെടുത്തത്. DYFIയുടെ സമരമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ തരത്തിലൊന്നും യൂത്ത് കോൺഗ്രസ് സമരം പോയില്ല. റീത്ത് സമർപ്പിച്ചത് എന്തുകൊണ്ടാണ്? ഇപ്പോൾ റീത്ത് വെക്കുന്ന വലിയ തെറ്റാണോ? റീത്ത് വെക്കുന്ന എങ്ങനെ അത്ര വലിയ തെറ്റായി മാറുന്നത്? DM ഓഫീസുകൾക്ക് മുമ്പിലേക്ക് ഇതിനോടകം തന്നെ നടന്ന പല സമരങ്ങളിലും ഞങ്ങൾ റീത്ത് സമർപ്പിച്ചല്ലോ. PSC ഓഫീസിന് മുമ്പിലേക്ക് നടന്ന സമരത്തിൽ ഞങ്ങൾ റീത്ത് വെച്ചല്ലോ. DYFIക്കാരൻ ഇവിടെ കണ്ണൂരിൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള രാഹുൽ വെച്ചോട്ടിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചതുപോലെയോ ഈ പയ്യന്നൂരിലെ കുഞ്ഞികൃഷ്ണൻ്റെ വീടിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് വെച്ചതുപോലെയോ റീത്ത് വെച്ചതല്ലാതെ ആ റീത്തിൻ്റെ സമർപ്പണത്തിൻ്റെ അല്ലെങ്കിൽ ആ റീത്ത് അവിടെ വെക്കുന്ന സമയത്ത് അവർ നൽകാൻ ഉദ്ദേശിച്ച സന്ദേശം എന്ന് പറയുന്നത് ഒരു സംഘർഷഭരിതമായ സാഹചര്യത്തിൽ അവരെ കൊലപ്പെടുത്തുമെന്ന സന്ദേശം കൊടുക്കാനാണ് ആ റീത്ത് വെച്ചതെങ്കിൽ ഇതൊരു പ്രതിഷേധം. അങ്ങനെ ഒരു വ്യാഖ്യാനം ഇവർക്കും നടത്താമല്ലോ. റീത്ത് വെക്കുക അല്ലെങ്കിൽ മരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുമ്പോഴാണ് റീത്ത് വെക്കുന്നത്. അങ്ങനെ ഒരു വ്യാഖ്യാനം നടത്താൻ സാധിക്കില്ല. കാരണം ഇവിടെ ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായി റീത്താണ് സമർപ്പിച്ചത്. കാരണം എന്താ? ആരോഗ്യവകുപ്പ് നിശ്ചലമാണ്, ആരോഗ്യവകുപ്പ് ജഡാവസ്ഥയിലാണ്, ആരോഗ്യവകുപ്പ് മരണപ്പെട്ടതിന് തുല്യമാണ്. ആരോഗ്യവകുപ്പിൽ നിന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് നീതി ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നില്ല. വിക്ടിംസ് ആകുന്ന ആളുകൾ വീണ്ടും വീണ്ടും വേട്ടയാടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ ആ വകുപ്പ് തന്നെ പരിപൂർണമായ നിശ്ചലാവസ്ഥയിലാണ് എന്നുള്ളതാണ് അവിടെ റീത്ത് സമർപ്പിക്കുന്ന സമരത്തിലൂടെ യൂത്ത് കോൺഗ്രസ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് ആരോഗ്യവകുപ്പ് മന്ത്രി എന്തിനാണ് അതിന് വ്യക്തിപരമായിട്ട് എടുക്കുന്നത്? അവരൊരു ഭരണ സംവിധാനത്തിന്റെ ഭാഗമായിട്ടിരിക്കുമ്പോൾ പോരായ്മകൾക്കെതിരെ സമരം ഉണ്ടാകില്ലേ? ആ പോരായ്മകൾക്കെതിരെ പ്രതിഷേധം ഉണ്ടാകില്ലേ? അതിനെയൊക്കെ ആരോഗ്യവകുപ്പിന്റെ മന്ത്രി വളരെ വ്യക്തിപരമായിട്ട് എടുക്കുക. കുറച്ച് മന്ത്രിമാർ വേറെ കൂടെ ചേർന്നിറങ്ങി അതിനെയൊക്കെ വെല്ലുവിളിച്ച് സംസാരിക്കുക. DYFI വന്ന് സമരങ്ങൾ ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾ കാണിച്ചു തരാം, തെരുവിൽ കാണിച്ചു തരാം എന്ന് പറയും. ജനാധിപത്യ സംവിധാനത്തിൽ പ്രതിഷേധ സമരങ്ങൾ ഉണ്ടാകും. എല്ലാ സമരങ്ങൾക്കും നിയതമായ മാർഗത്തിലൂടെ തന്നെ കടന്നു പോകണമെന്ന് നിർബന്ധമില്ല. ചില ഘട്ടങ്ങളിലൊക്കെ ഒരു പക്ഷേ അല്പം കടന്ന രീതിയിലേക്ക് സമരങ്ങൾ പോയേക്കാം. പക്ഷെ ഞങ്ങളാരും ആരോഗ്യവകുപ്പിന്റെ മന്ത്രിയെ കയ്യേറ്റം ചെയ്തിട്ടില്ല, അവരെ വ്യക്തിപരമായി ആക്ഷേപിച്ചിട്ടില്ല, അവരുടെ വീടിന്റെ ഒരു ജനൽ ചില്ല് പോലും അടിച്ചു തകർത്തിട്ടില്ല, അവിടെ ഒരു ചെടിച്ചട്ടി പോലും തകർക്കപ്പെട്ടിട്ടില്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് നേരെ കല്ലെറിയുന്ന സമരം നടത്തിയ ആളുകളല്ലേ DYFIക്കാരൻ? അപ്പോൾ അവർക്കൊക്കെ ഈ പറയുന്ന ആളുകൾക്കൊക്കെ ഇതിനെ സംബന്ധിച്ച് പറയാൻ എന്തെങ്കിലും തരത്തിലുള്ള അവകാശമുണ്ടോ? ഒരു പ്രതീകാത്മക സമരമാണ് യൂത്ത് കോൺഗ്രസ് നടത്തിയത്. ആ സമരത്തെ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് അതിനെ ഞാൻ തള്ളി പറയാൻ ഒരുക്കമല്ല എന്ന് മാത്രമല്ല എന്റെ സഹപ്രവർത്തകരെ സംബന്ധിച്ച് ചോദ്യം കൂടിയുണ്ട് ജനീഷ്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ട് എനിക്കിതല്ല പണി എന്ന് പറയുന്നു. അല്ല, സ്വാഭാവികമല്ലേ? അത് വീണ ജോർജിനുള്ള മറുപടി. പക്ഷേ രമേശ് ചെന്നിത്തല പറയുന്നു റീത്ത് വെച്ചുള്ള പ്രതിഷേധ രീതി ശരിയല്ല എന്ന രമേശ് ചെന്നിത്തലയുടെ പ്രതികരണമുണ്ട്. അല്ല, അവരാരും ആ ഘട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് എന്തുകൊണ്ടാണ് ആ സമരം അത്തരത്തിൽ നടത്തിയതെന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു പക്ഷേ മനസ്സിലാക്കി കാണില്ല. പെട്ടെന്ന് മാധ്യമപ്രവർത്തകർ ചെന്ന് ചോദിക്കുമ്പോൾ റീത്ത് സമർപ്പിച്ചത് യൂത്ത് കോൺഗ്രസ് സമരം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അവർ ധരിച്ചിട്ടുണ്ടാവുക അത് കഴിഞ്ഞ കാലങ്ങളിൽ നടക്കുന്ന പോലെ ഞങ്ങൾ അങ്ങനെയല്ല ആ സമരത്തെ കണ്ടിട്ടുള്ളതും ആ സമരത്തെ ഉദ്ദേശിച്ചിട്ടുള്ളതും. അങ്ങനെയാണെങ്കിൽ അവിടെ ആ റീത്തുമായി പോകുന്ന ആളുകൾ 2 പോലീസ് ഉദ്യോഗസ്ഥന്മാർ മാത്രമേ ഉള്ളൂ. 50ഓളം യൂത്ത് കോൺഗ്രസ്സുകാരുണ്ട്. അവിടെ ഏതൊക്കെ രീതിയിൽ ആ സമരത്തെ അജിറ്റേഷനെ എത്രത്തോളം ഞങ്ങൾക്ക് വേണമെങ്കിൽ വയലൻസിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും? ഞങ്ങൾ ആരും ആ തരത്തിലുള്ള സമരത്തെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. അപ്പോൾ അതൊരു പ്രതീകാത്മകമായി നടത്തിയ സമരമാണ്. കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് പരിപൂർണമായി തകർക്കപ്പെടുകയും കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് നിശ്ചലാവസ്ഥയിലാണ്, ജഡാവസ്ഥയിലാണ്. അത്തരമൊരു ഘട്ടത്തിൽ ഒരു പ്രതിഷേധാർഹത്തിന്റെ ഭാഗമായി നടത്തിയ ഒരു സമരമാണ്. ആ റീത്തിനെ അങ്ങനെ കണ്ടാൽ മതി. അത് പയ്യന്നൂരിലെ കുഞ്ഞികൃഷ്ണന്റെ വീടിന് മുമ്പിൽ വെച്ചതുപോലെ ഒരു ഭീഷണി റീത്തായിട്ട് കണക്കാക്കേണ്ടതില്ല. ഒന്നാമത്തെ കാര്യം. 2, ഇതോടുകൂടി ഈ സമരത്തോടുകൂടി കേരളത്തിന്റെ ഈ വിഷയമാകെ മാറിപ്പോയി എന്ന സജീവന്റെ അഭിപ്രായത്തോട് എനിക്ക് യോജിപ്പില്ല. കാരണം ഈ സമരത്തോടു കൂടി കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് കുറെ കൂടി അവരുടെ ഇടയിലേക്ക് ഇത് എത്തി എന്നുള്ള അഭിപ്രായമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത്. ഇന്ന് ആരോഗ്യ വകുപ്പിനെ സംബന്ധിച്ച് ഭരണപരാജയങ്ങൾ എണ്ണി പറയാൻ ഒട്ടനവധിയുണ്ട്. ഞാൻ അടുത്ത ചോദ്യങ്ങളിലേക്ക് വരാം. ശ്രീ M പ്രകാശൻ, ഇന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് മാധ്യമങ്ങളോട് നടത്തിയ പ്രതികരണം, ആരോഗ്യമന്ത്രിയല്ല സർജറി നടത്തുന്നത്, സർജിക്കൽ പ്രൊസീജിയർ പഠിപ്പിക്കുന്നത് ആരോഗ്യമന്ത്രിയല്ല. തിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ 2014 2017 ആണ് UDF കാലത്താണ് ഈ ഓപ്പറേഷൻ, അതായത് ഈ കത്രിക വെച്ചിട്ടുള്ള ഓപ്പറേഷൻ നടന്ന എന്ന ആശങ്കയാണ് മന്ത്രി പ്രകടിപ്പിക്കുന്നത്. VD സതീശന്റെ നിർദ്ദേശത്തിൽ നടന്ന ആക്രമണമാണ്, കേരളം കേൾക്കണം, ദയനീയമായ പരാജയമുണ്ടാകുമെന്ന് കനകോലു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീടിന് നേരെ ആക്രമണം നടത്തുകയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പ്രതികരണം എത്രത്തോളം ശരിയായ പ്രതികരണമാണ്? കാരണം ആരോഗ്യവകുപ്പിന്റെ വലിയ വീഴ്ച സംഭവിച്ച സമയമാണ്. ആ വീഴ്ച സംഭവിക്കുമ്പോൾ ആ വീഴ്ചയോടുള്ള പ്രതികരണത്തിൽ എത്രത്തോളം വിനയം വേണ്ടതാണ്? ഈ പ്രതികരണത്തെ അങ്ങ് എങ്ങനെയാണ് കാണുന്നത്? ഒന്ന്, കേരളത്തിലെ തെരഞ്ഞെടുപ്പിൻ്റെ അന്തരീക്ഷത്തിൽ ഭരണവിരുദ്ധ വികാരമില്ല കേരളത്തിൽ എന്നുള്ള കാര്യം പ്രതിപക്ഷത്തിനും
അവരെ എല്ലാ നിലക്കും പിന്തുണക്കുന്ന മാധ്യമങ്ങൾക്കും നല്ലതുപോലെ ബോധ്യമുണ്ട്. അതുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും ഒരു ചെറിയ സംഭവം കിട്ടിയാൽ അതിനെ പർവ്വതീകരിച്ച് അത് ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളെ എതിരാക്കാനാവുമോ? ഇതാണ് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും BJPയും നിങ്ങളുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. ഇവിടെ ആരോഗ്യ മേഖലക്ക് ഉണ്ടായി സംഭവം ഇവിടെ സജീവൻ പറഞ്ഞല്ലോ, ഈ 50 വർഷം ഇവിടെ കിടന്നാലും പ്രശ്നമുണ്ടാവില്ല, അങ്ങനെ പറയുന്നത് ശരിയല്ല. സജീവൻ മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യമുണ്ട്. അതെന്താ? ഈ പ്രസ്താവനയെ അപലപിച്ചു ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി. എന്താ പറയാതിരിക്കുന്നത്? ആരോ പറഞ്ഞതിനെ അതിനെ അപലപിക്കുകയാണ് അവർ ചെയ്തിരിക്കുന്നത്. ആരോഗ്യരംഗത്ത് എന്താണ് ഈ കഴിഞ്ഞ കാലത്തുണ്ടായ മുന്നേറ്റം? ഇപ്പോൾ 2016 വരെയുള്ള ആരോഗ്യരംഗം മലയാളിക്കെല്ലാം അറിയാവുന്നതാണല്ലോ. ആരോഗ്യ മേഖലക്കകത്ത് ഇതുപോലെ മുന്നേറ്റമുണ്ടായ മറ്റൊരു കാലമില്ല. ഏതാണ്ട് 50ഓളം പുരസ്കാരങ്ങളാണ് ദേശീയമായിട്ട്. ഒരു കാര്യം ഞാൻ പറയാം. സ്മൃതി ഞാൻ ഒരു കാര്യം പറയാം. അല്ല വേണ്ടെന്നേ, നിങ്ങൾ 3 പേരും എനിക്കെതിരായിട്ട് പറയുന്നുണ്ടല്ലോ. നിങ്ങൾ എന്റെ വായിക്കാരെ സംസാരിക്കരുത്. സ്മൃതി ആരാണെന്ന് എനിക്ക് അറിയാത്തതല്ല. 4 പേര് എനിക്കെതിരായിട്ട് സംസാരിക്കുക, എന്നെ സംസാരിക്കാൻ പറ്റില്ല. എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ പറയട്ടെ, ജനങ്ങൾക്കൊക്കെ അല്ല പറയുന്നത്. അത് കേട്ടതിന് ശേഷം നിങ്ങൾ ചോദിച്ചോ. ഇവിടെ ആരോഗ്യരംഗത്ത് 10,000 കോടിയുടെ ചെലവ് വഹിച്ചിട്ടുള്ള ഒരു സ്റ്റേറ്റാണ് കേരളം. ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം 10,000-ഓളം പോസ്റ്റുകൾ പുതുതായിട്ട് അംഗീകരിച്ച ഗവൺമെന്റാണ് ഈ ഗവൺമെന്റ്. ദേശീയ രംഗത്ത് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നടത്തുന്നതിന്റെ പുരസ്കാരം, ദേശീയ പുരസ്കാരം കിട്ടിയത് കേരളത്തിനാണ്. 5 വർഷം കൊണ്ട് 24.78 ലക്ഷം പേർക്ക് 8,425 കോടിയുടെ സൗജന്യ ചികിത്സ. ഇപ്പോ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് അവസാന കാലത്തെ ആരോഗ്യ മേഖല പൈസ എത്രയാ? ബജറ്റ് പ്രൊവിഷൻ 820 കോടി. ഇപ്പോഴോ 8,600 കോടി. എന്തുകൊണ്ടാ? അന്നുള്ളതിന്റെ 10 ഇരട്ടിയിലേറെ ആളുകൾ ഇന്ന് കേരളത്തിൽ ആശുപത്രിയിലേക്ക് വരുന്നു. എന്തുകൊണ്ടാ? ആശുപത്രിയിൽ ചികിത്സയുണ്ട്, മരുന്നുണ്ട്, ഡോക്ടറുണ്ട്, അവിടെ സംവിധാനമുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ കേരളത്തിലെ മെഡിക്കൽ കോളേജിൽ 4,000 ശസ്ത്രക്രിയ നടക്കുന്നുണ്ട്. ഒരു മെഡിക്കൽ കോളേജിൽ ഒരു കൊല്ലം. കേരളത്തെ മെഡിക്കൽ കോളേജ് നിങ്ങൾക്ക് അറിയാലോ, 4 പുതിയ മെഡിക്കൽ കോളേജുകൾ ഇവിടെ കേരളത്തിൽ കൊണ്ടുവന്നു. ചികിത്സയെ ജനങ്ങൾ ഈ പറയുന്ന ഗവൺമെന്റ് ആശുപത്രികൾ ആശ്രയിക്കുന്നത് അവർക്ക് ഇവിടെ ചികിത്സ കിട്ടുമെന്നുള്ളത് കൊണ്ടാണ്. എത്ര മാതൃകാപരമായിട്ട് കാര്യങ്ങൾ ഈ കാലത്ത് കേരളത്തിൽ ആരോഗ്യരംഗത്തുണ്ടായി. പക്ഷേ നിങ്ങൾക്ക് അതൊന്നും ചർച്ച ചെയ്യല്ല. നിങ്ങൾ ചർച്ച ചെയ്യുന്നത് എന്താ? ഒരു പഴയ കെട്ടിടം വീട് ഒരു സ്ത്രീ മരിച്ചത്, വലിയ ചർച്ച. അതുപോലെ തന്നെ ഒരാൾ ഇവിടെ WHO ആണല്ലോ ആരോഗ്യമേഖലയെ പറ്റി പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഘടന. അവര് ശസ്ത്രക്രിയയെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത് എന്താ? ശസ്ത്രക്രിയ ലോകാടിസ്ഥാനത്തിൽ 10% പിഴവുണ്ടാകും. അത് ലോകാരോഗ്യ സംഘടന കണ്ടുപിടിച്ചതാണ്. ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയിൽ എത്രയാണ്? ഇന്ത്യയിൽ 10-ലേറെയാണ്. കേരളത്തിലോ 0.2% ശസ്ത്രക്രിയ പിഴവ്. പിഴവുണ്ടായതിന് ഞാൻ ന്യായീകരിക്കുന്നില്ല. പിഴവുണ്ടായ ഉടനെ അന്വേഷണം ഉണ്ടായി, ഡോക്ടറെയും നഴ്സിനെയും സസ്പെൻഡ് ചെയ്തു, അവരുടെ ചികിത്സയ്ക്ക് ആവശ്യമായിട്ട് സൗകര്യമുണ്ടാക്കി, അന്വേഷണം ഏർപ്പെടുത്തി. അതല്ലേ ഒരു ഗവൺമെന്റ് ചെയ്യേണ്ടത്? എന്തോ കേരളത്തിൽ ആരോഗ്യ ഇന്ന് നിങ്ങൾ പറഞ്ഞൊരു കാര്യം, ഒറ്റ കാര്യം കൂടി ഇന്ന് ഒറ്റ കാര്യം കൂടി പറഞ്ഞു ചോദിച്ചോ. ഇന്ന് ബഹുമാനപ്പെട്ട മന്ത്രി റിപ്പോർട്ടിനെ പറ്റി പറഞ്ഞല്ലോ. എന്താ? ആരോഗ്യമന്ത്രി സംസാരിക്കുമ്പോൾ ആളുകൾ കൂവി എന്ന് റിപ്പോർട്ടർ വാർത്ത കൊടുത്തു. ഇന്ന് നിങ്ങളുടെ ലേഖനോട് ചോദിച്ചല്ലോ, ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി കൂവിയത് ഇന്നയാൾ സമയത്തുള്ള ലേഖൻ. അപ്പൊ കളവ് പ്രചരിപ്പിക്കുകയാണ്. ഇവിടെ അസത്യങ്ങളെയും അർദ്ധസത്യങ്ങളെയും വെച്ചുകൊണ്ട് ജനങ്ങളെ ഗവൺമെന്റിന് എതിരാക്കാൻ വേണ്ടി കഴിയുമോ എന്ന പ്രവർത്തനത്തിലാണ് നിങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമാണ് ഈ ചർച്ചയെന്ന് ചിന്തിക്കുന്ന മലയാളിക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ശരി, ചിന്തിക്കുന്ന മലയാളി കേൾക്കട്ടെ. ചിന്തിക്കുന്ന മലയാളി കേൾക്കുകയാണല്ലോ. ഇതിനെയാണ് ഔചിത്യക്കുറവ് എന്ന് പറയുക. ശ്രീ എം പ്രകാശൻ, അങ്ങ് ആദ്യത്തെ വാചകം ചെറിയ സംഭവത്തെ പർവ്വതീകരിക്കുന്നു എന്നുള്ളതാണ്. ചെറിയ സംഭവം. ഉഷ എന്ന സ്ത്രീ, ഒരു പാവപ്പെട്ട തൊഴിലാളി സ്ത്രീ, 10 വർഷമായി വയറ്റിൽ കത്രികയുമായി ജീവിക്കുമ്പോൾ ഡോക്ടർ ലളിതാംബിക പറഞ്ഞതിൽ നിന്നും എന്ത് വ്യത്യാസമാണ് ഇപ്പോൾ അങ്ങ് പറഞ്ഞതിലുള്ളത്, ഇപ്പോൾ ആരോഗ്യമന്ത്രി പറഞ്ഞതിലുള്ളത്? ഞാനല്ല ശസ്ത്രക്രിയ നടത്തുന്നത് എന്ന മറുപടി ഒരു ആരോഗ്യമന്ത്രിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല. ആരോഗ്യമന്ത്രി ശസ്ത്രക്രിയ നടത്തുന്നതെന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. ഈ സംവിധാനങ്ങളെ എങ്ങനെ നിയന്ത്രിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അങ്ങ് ഈ നേട്ടങ്ങളുടെ പട്ടിക പറയുമ്പോൾ കേരളം എല്ലാ കാലത്തിലും കേരളത്തിന്റെ ആരോഗ്യ സൂചിക മുന്നിൽ തന്നെയാണ്. ശ്രീ എം പ്രകാശൻ, അത് 10 വർഷം കൊണ്ട് ഉണ്ടായതല്ല. 10 വർഷത്തെ നേട്ടം നിങ്ങൾ വേറെ ദിവസം പറയുന്നേ. ഈ പിഴവുകളുടെ കണക്കുകൾ പറയുമ്പോൾ, ഇവിടെ രോഗികൾ മരിച്ച കണക്കുകൾ പറയുമ്പോൾ, രോഗികളുടെ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറയുമ്പോൾ പാവപ്പെട്ട രോഗികളാണ്. അങ്ങ് ഈ പറയുന്ന ആരോഗ്യ സൂചികയും ഈ പറയുന്ന പുരസ്കാരങ്ങളും ഇതൊക്കെ തന്നെ എല്ലാ അങ്ങയുടെ അവസരമാണ്. എന്റെ ചോദ്യം പൂർത്തിയാക്കട്ടെ ശ്രീ എം പ്രകാശൻ. അങ്ങ് ഇങ്ങനെ അസഹിഷ്ണുത കാണിക്കാതിരിക്കും. അങ്ങയോട് തന്നെയാണ് ചോദ്യം, അങ്ങയുടേതാണ് സമയം. ഒന്നാമത്തെ കാര്യം, ആദ്യം പ്രതികരിച്ച ശ്രീ എ സജീവൻ പ്രതിപക്ഷത്തെ കൂടിയാണ് വിമർശിച്ചത്. ഈ പറഞ്ഞ എല്ലാവരും കൂടി ചേർന്ന് അങ്ങേ ആക്രമിക്കുന്നു എന്ന് പറയരുത്.
ഇന്നിപ്പോൾ ഡോക്ടർമാരുടെ സമരം OP ബഹിഷ്കരിച്ചുള്ള സജീവനെ സമരം നിങ്ങൾ നോക്കൂ അറിയാത്തതല്ലല്ലോ നമ്മള്. OP ബഹിഷ്കരിച്ചുള്ള ഡോക്ടർമാരുടെ സമരം ഇന്ന് 6ാം ദിവസമാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർക്ക് എണ്ണ കൂടുതലല്ല, അവർ എണ്ണ കുറവാണ്. അവരിങ്ങനെ എണ്ണയിട്ട യന്ത്രം പോലെ രാവിലെ രാത്രി എന്നില്ലാതെ പകലും രാത്രി എന്നില്ലാതെ ബുദ്ധിമുട്ടുന്നതിന്റെ സാഹചര്യം അവർക്കുമുണ്ട്. അവർക്ക് അവരുടെ ഭാഗം പറയാനുണ്ട്. ഡോക്ടർ പേര് മറന്നു, ഡോക്ടർ അബ്ദുൽ ബാസിദ് നമ്മോടൊപ്പം ചർച്ചയിലുണ്ട്. അദ്ദേഹം അത് പറയും. ശ്രീ എം പ്രകാശൻ, ഇന്നുണ്ടായിരിക്കുന്ന സംഭവം, ഇന്ന് പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ അവിടെ നിൽക്കട്ടെ, ആരോഗ്യമന്ത്രി ഇന്ന് നടത്തിയ പ്രതികരണം ശരിയാണോ എന്ന് ചോദിക്കുമ്പോൾ അതിലും അപ്പുറമുള്ള പ്രതികരണം അങ്ങ് നടത്തുകയാണ്. ഇങ്ങനെയാണോ ഭരണപക്ഷം പ്രതികരിക്കേണ്ടത്? ഇവിടെ ജനങ്ങളുമായി ബന്ധപ്പെട്ടാണല്ലോ വിഷയം. പ്രതിപക്ഷത്തെ മാറ്റി നിർത്തൂ. ജനങ്ങളോട് എന്താണ് പറയാനുള്ളത്? ജനങ്ങളോട് ഈ ദുരന്തം ഉണ്ടാകുമ്പോൾ നേട്ടങ്ങളുടെ പട്ടിക നിരത്തുകയാണോ മറുപടി? അങ്ങ് പറഞ്ഞോളൂ. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ജനങ്ങളോടാണ് എന്ന് എനിക്കറിയാം. നിങ്ങളോട് ഞാൻ ഉത്തരം പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. റിപ്പോർട്ടറോട് ഞാൻ ഉത്തരം പറയുന്നത്, ഞാൻ പറയുന്നത് എല്ലാം ജനങ്ങളോടാണ്. ഞാൻ പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ ബോധപൂർവ്വം വിസ്മരിച്ചു. WHO ലോകമാകെ നടക്കുന്ന ഈ ശസ്ത്രക്രിയയെ സംബന്ധിച്ച് 10% പിഴവുണ്ടാകുന്നുവെന്നും 2% ആളുകൾ മരിക്കുന്നുവെന്നും ലോകത്തെ സംബന്ധിച്ച് ആകെ പറഞ്ഞിരിക്കുന്നതാണ്. ഇന്ത്യയിൽ അതിന് നിരക്ക് 12 മരണനിരക്ക് ഏതാണ്ട് 5% മേലെയാണ്. കേരളത്തിൽ ഇപ്പോൾ മരിച്ചല്ലോ. അതുകൊണ്ട് ആ സംഭവത്തെ ന്യായീകരിക്കുന്നതേ അല്ല. അവിടെ ഉണ്ടായിരിക്കുന്ന ഈ പറയുന്ന മൊസ്കിറ്റോ ഫോർസെപ്സ്, മറ്റു കത്രിയൊന്നുമല്ല, മൊസ്കിറ്റോ ഫോർസെപ്സ് വെച്ച് പിന്നെ അവിടെ മറന്നിരിക്കുന്നത് തികച്ചും അന്യായമാണെന്ന് പറഞ്ഞിരിക്കുന്ന ആരാ? ബഹുമാനപ്പെട്ട കേരളത്തിലെ ആരോഗ്യമന്ത്രിയാണ്. അതിനാണല്ലോ പിന്നെ ആളുകളെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇന്നിപ്പോ ഒരു പത്രത്തിന്റെ വാർത്ത എന്താ? പിന്നെ ശസ്ത്രക്രിയ ചെയ്ത് 9 പേർ, കുറ്റവാളി കോവിഡ്. അങ്ങനെയാണോ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ കുറ്റപ്പെടുത്താനുള്ളത് കൊണ്ട് പറയുന്നതാണ്. ഇവിടെ കുറ്റവാളിയാണ് ഡോക്ടർ, നേഴ്സ് എന്ന് കണ്ടെത്തിക്കൊണ്ടാണല്ലോ സസ്പെൻഷൻ. വെറുതെ സസ്പെൻഡ് ചെയ്യോ? അവർക്കെതിരെ അന്വേഷണം നടത്തിയിരിക്കുന്നു, അന്വേഷണത്തിന് ഏർപ്പാട് ചെയ്തിരിക്കുന്നു. ഈ പറയുന്ന പിന്നെ ഫോർസെപ്സ് വയറ്റിൽ വെച്ചവരുടെ ചികിത്സ പൂർണ്ണമായിട്ട് ഗവൺമെന്റ് ഏറ്റെടുത്തിരിക്കുന്നു. ഇവിടെ കേരളത്തില് ഗവർണർ മരിച്ചുപോയ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ. കേരളത്തില് ഇവിടെ പിന്നെ നേരത്തെ പിന്നെ UDF ഗവൺമെന്റ് ഉള്ളപ്പോ സിക്കന്ദർ ഭക്ത് എന്ന് പറഞ്ഞ ഗവർണർ മരിച്ചിട്ടുണ്ട് കേരളത്തിലെ ആശുപത്രിയിൽ. ആ സംബന്ധിച്ച് അന്വേഷണം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഒന്നും നടന്നില്ല, നിങ്ങൾക്ക് അറിയാലോ. ഇവിടെ കേരളത്തില് ഈ അണുബാധ കൊണ്ട് 385 കുട്ടികൾ മരിച്ചുപോയ വാർത്ത പ്രസിദ്ധീകരിച്ച് വരെ അറിവില്ല. മനോരമയാണ് UDF കാലത്ത്. ഈ കേരളത്തിൽ അതൊക്കെ ഉണ്ടായത് ശരിയാണെന്നല്ല പറയുന്നത്. നിങ്ങള് ഉണ്ടാകുന്ന അത്ര ചെറിയ സംഭവങ്ങൾ, ഞാൻ പറയുന്നത് സംഭവത്തിന് ഭാഷയിലുള്ള ഫോർസെപ്സ് അത് അങ്ങ് കാണൂ, കത്രികയാണോ അല്ലേ എന്ന് നോക്കൂ. എനിക്കറിയാം, ഞാനൊരു 7 കൊല്ലക്കാലം ഒരു ആശുപത്രിയുടെ ചെയർമാനായ മനുഷ്യനാണ്. നിങ്ങൾ ഈ പറയുന്ന മസ്കിറ്റോ ഫോർസെപ്സ് എന്നെ പഠിപ്പിക്കണ്ട. ഞാനൊരു 7 കണ്ണൂരിലെ പ്രശസ്തമായിട്ടുള്ള ആശുപത്രിയിൽ 4 or 5 തിയേറ്ററുള്ള ആശുപത്രിയിൽ അവിടുത്തെ പ്രസിഡന്റ് ആയിരുന്നു ഞാൻ 7 കൊല്ലക്കാലം. നിങ്ങൾ അക്കാര്യം എന്നെ പഠിപ്പിക്കണ്ട. മസ്കിറ്റോ ഫോർസെപ്സ് എന്താണെന്ന് എനിക്കറിയാം, കത്രി എന്താണെന്ന് എനിക്കറിയാം. കുറച്ചുകൂടി മനുഷ്യത്വത്തോടുകൂടി പ്രതികരിക്കണമെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. കാരണം ഉഷയുടെ മകൻ പറഞ്ഞ വാചകങ്ങൾ നമ്മുടെ ഇടയ്ക്കിടെ വേദന വരും, അപ്പോൾ മരുന്ന് കഴിക്കും, വെള്ളം കുടിക്കും. അതിനിടയിലും അമ്മ തൊഴിലുറപ്പ് ജോലിക്ക് പോകുമായിരുന്നു. നോക്കൂ, ഇൻഫെക്ഷൻ ആണ് കരുതിയിരുന്നതാണ്. ഇടയ്ക്കിടെ ചോര വരും, വീണ്ടും ആശുപത്രിയിൽ പോകും. വൈകാരികമാണ് ഇത്, വൈകാരികമാണ്, വിഷയം വൈകാരികം തന്നെയാണ്, വൈകാരികം തന്നെയാണ്. അത് അതിഗുരുതരമാണ്. ഞാനല്ലെന്ന് പറഞ്ഞില്ല, ഞാൻ പറഞ്ഞ എന്തേ ഉള്ളൂ, ആശുപത്രികളിൽ ശസ്ത്രക്രിയയുടെ 10,000 രക്ഷപ്പെടുന്നുണ്ടല്ലോ. അതിലിടക്ക് ഈ പറയുന്ന 2% ആളുകൾ മരിക്കാറുണ്ട് എന്ന് പറഞ്ഞത് ഞാനല്ല, WHO ആണ്. 5 പേര് മരിക്കുന്നു എന്നുള്ളത് ഇന്ത്യയിലെ കണക്കാണ്. കേരളത്തിലും അത്തരം സംഭവങ്ങളുടെ നിർഭാഗ്യരാണ്. ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. അതിഹീനമായിട്ട് അനുഭവമാണ്. അതിലൊന്നും എനിക്ക് ഒരു അഭിപ്രായത്തില്ല. പക്ഷേ നിങ്ങൾ ചർച്ചാ വിഷയമാക്കി കേരളത്തിൽ മരണം ചർച്ച ചെയ്യരുത്, ഈ പറയുന്ന പാകപ്പിഴകൾ ചർച്ച ചെയ്യരുത് അല്ലേ? ഹർഷീനയുടെ വയറ്റിൽ കത്രിക വന്ന സംഭവത്തിൽ, ഹർഷീനയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവത്തിൽ നടപടി കർശനമായി എടുത്തിരുന്നെങ്കിൽ നോക്കൂ ശ്രീ എം പ്രകാശൻ, ഹർഷീനയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവത്തിൽ അവർ സമരം ചെയ്തല്ലോ. ആ വിഷയത്തിൽ ശക്തമായ ഒരു നടപടി ഉണ്ടായിരുന്നെങ്കിൽ പിന്നീട് തുടർച്ചയായ മറ്റു കാര്യങ്ങൾ ഉണ്ടാകുമോ എന്നൊരു ചോദ്യമുണ്ട്. ശക്തമായ നടപടി ഉണ്ടായിട്ടില്ല. നോക്കൂ, ഹർഷീനെ വയറ്റിലെ കത്രിക അത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ കത്രികയല്ല എന്നാണ് പിന്നീട് കണ്ടെത്തിയത്. അത് പോലീസ് കേസാവുകയാണ് പിന്നീട് ചെയ്തിരിക്കുന്നത്. ഹർഷീന കത്രികയുമായി നടന്ന ശേഷം നോക്കൂ ആ ഹർഷീനയുടെ സംസാരിച്ച ഡോക്ടറുടെ ശബ്ദരേഖ അടക്കം അന്ന് പുറത്തു വന്നിരുന്നതാണ്. പിഴവ് പറ്റിയെന്ന ശബ്ദരേഖ അടക്കം പുറത്തു വന്ന ശേഷമാണ് ഈ പറയുന്ന മെഡിക്കൽ കോളേജിലെ കത്രികയല്ല എന്ന വാദം വന്നത്. മനസ്സിലായില്ല. ഞാൻ ചോദിക്കട്ടെ സ്മൃതി, കരുവാറ്റ പിന്നെ ആലപ്പുഴ ആശുപത്രിയിലെ ഇതേ ഫോർസെപ്സ്
സ്വകാര്യ ആശുപത്രിയിൽ ഒരാളുടെ വയറ്റിൽ കുടുങ്ങി. എന്നിട്ട് അതിലെ ശസ്ത്രക്രിയ നടത്തത് വണ്ടാനം ആശുപത്രിയിലാണെന്ന് ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി പറഞ്ഞല്ലോ. എന്താ ഈ കേരളത്തിലെ സ്വകാര്യ ആശുപത്രിയെ സംബന്ധിച്ച് നിങ്ങൾ ചർച്ച ചെയ്യാത്തത്? കേരളത്തിൽ ഇപ്പൊ ഈ കഴിഞ്ഞ 2 കൊല്ലക്കാലം കൊണ്ട് 10,000 കോടിയുടെ നിങ്ങൾ ചർച്ച ചെയ്യില്ലെന്ന്. നിങ്ങൾ ഇപ്പറയുന്ന നിങ്ങൾ ചെയ്യുന്ന എന്താന്ന് പറഞ്ഞാൽ സ്വകാര്യ ആശുപത്രികളെ പ്രോത്സാഹിപ്പിക്കാനാണ്, സർക്കാർ ആശുപത്രികളെ തകർക്കാനാണ്. 10,000 കോടിയുടെ നിക്ഷേപമാണ് കേരളത്തില് സ്വകാര്യ ആശുപത്രികളിലേക്ക് വന്നിരിക്കുന്നത്. അതും അന്താരാഷ്ട്ര ഭീമന്മാരുടേതാണ്. നിങ്ങളെ ചർച്ച ചെയ്യില്ല. കരുവാറ്റ ആശുപത്രി നിങ്ങളെ ചർച്ച ചെയ്തോ? ശ്രീ എം പ്രകാശൻ, ഈ പറയുന്ന സ്വകാര്യ ആശുപത്രികളിൽ ഈ പറയുന്ന സ്വകാര്യ ആശുപത്രികളിൽ പോകാൻ കഴിവുള്ളവരല്ല ഈ രോഗികളൊന്നും തന്നെ. ധൈര്യമില്ല. നോക്കൂ, ഞങ്ങൾ സ്വകാര്യ ആശുപത്രികളെ കുറിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സ്വകാര്യ ആശുപത്രികളുടെ പേര് പറഞ്ഞ് തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് റിപ്പോർട്ടർ ശ്രീ എം പ്രകാശൻ. എന്റെ ചോദ്യം അതേയല്ല. നോക്കൂ, ഈ സ്വകാര്യ ആശുപത്രിയിലേക്കൊന്നും പോകാൻ കഴിവുള്ളവരല്ല എന്നേ. ഉഷയൊന്നും ഈ പോയ ഉഷയും അവിടെ നിന്ന് ശ്വാസം മുട്ടി മരിച്ച വേണുവും ഒന്നും അങ്ങനെയുള്ളവരല്ല. ഞാൻ അതിനെ പറ്റിയല്ല ചോദിച്ചത്. കരുവാറ്റ ആശുപത്രിയിൽ ഇതേ ഫോർസെപ്സ് കുടുങ്ങിയ സംഭവം എന്തേ റിപ്പോർട്ടറിന് ചർച്ചയായില്ല? അവരെ പറ്റിയല്ല. ആ സംഭവം ഇപ്പോഴാണ് പുറത്തു വന്നത്. ആ സംഭവം ആ രോഗി പുറത്ത് പറഞ്ഞിരുന്നെങ്കിൽ അത് വാർത്തയാവുമായിരുന്നു. നമ്മൾ അറിഞ്ഞിട്ടില്ല. അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വാർത്തയാവുന്ന ഒരു തടസ്സവുമില്ല. ശ്രീ എം പ്രകാശൻ, അല്ല അങ്ങ് പറഞ്ഞു വരുന്നത് ഈ പറയുന്ന സ്വകാര്യ ആശുപത്രിയിൽ മെഡിക്കൽ കോളേജിൽ വന്ന് ആ പത്രിക പുറത്തിറക്കിൽ നല്ല കാര്യം ശ്രീ എം പ്രകാശൻ. അതാണ് വേണ്ടത്. അതിനർത്ഥം മെഡിക്കൽ കോളേജിലെ പിഴവുകൾ മിണ്ടാതിരിക്കണമെന്നല്ല ശ്രീ എം പ്രകാശൻ. എന്ത് മന്ത്രി പറഞ്ഞു? മന്ത്രി 42 തവണ റിപ്പോർട്ടുകൾ തേടി എന്ന് പറഞ്ഞിട്ടുണ്ട് ശ്രീ എം പ്രകാശൻ. 42 തവണ റിപ്പോർട്ടുകൾ തേടി എന്ന് മന്ത്രി പറഞ്ഞിട്ടുണ്ട്. റിപ്പോർട്ടുകൾ തേടി കർശന നടപടി ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. 2022 മുതൽ പറയുന്നു. പക്ഷേ നടപടികളുടെ കണക്ക് ചോദിക്കുമ്പോൾ നടപടിയില്ല. മന്ത്രി കിട്ടിയ കാര്യങ്ങളെല്ലാം റിപ്പോർട്ട് തേടുന്നു. പിന്നെ ഉണ്ടാകുന്നില്ല. പരാതികളുടെ കണക്കും സ്വീകരിച്ച നടപടിയുടെ കണക്കിനും ഉത്തരമില്ല. 400 സമ്പൂർണ്ണ സ്വകാര്യ ആശുപത്രിയിലെ ഞാൻ പറയട്ടെ, 42 സംഭവമാണ് ഗവൺമെന്റ് ആശുപത്രി എങ്കിൽ 420 സംഭവം ഉണ്ടാവും സ്വകാര്യ ആശുപത്രി. നിങ്ങൾ ചർച്ചയില്ല. നിങ്ങളുടെ താല്പര്യം എന്താ? ഗവൺമെന്റ് ആശുപത്രികൾ നശിക്കണം, എന്നിട്ട് ആളുകളെല്ലാം ഗവൺമെന്റ് ആശുപത്രി ആശ്രയിക്കാൻ കഴിയാതെ സ്വകാര്യ ആശുപത്രിയെ സമീപിക്കുന്ന ഒരു നിലയിടാവണം. ഈ 5 വർഷത്തിലെ ഈ 1306 ക്ലിനിക്കുകളും 444 ചെറിയ ആശുപത്രികളും അടച്ചുപൂട്ടിയെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം മാധ്യമങ്ങൾക്കാണോ? ആർക്കാണ് അതിന്റെ ഉത്തരവാദിത്തം? അങ്ങ് പറയൂ. ഈ 5 വർഷത്തിനിടെ പൂട്ടിയതിന്റെ കണക്കാണ് ഞാൻ പറഞ്ഞത്. ചെറിയ ക്ലിനിക്കുകൾ, ഗ്രാമങ്ങളിലുള്ള കൊച്ചാശുപത്രികൾ, 2 ഡോക്ടർമാരൊക്കെ നടത്തുന്ന കൊച്ചാശുപത്രികൾ, സാധാരണ പാവങ്ങൾക്ക് പോകാൻ പറ്റുന്ന സ്വകാര്യ ആശുപത്രികൾ, അത് അടച്ചു പൂട്ടിയതിന്റെ ഉത്തരവാദിത്തം ആർക്കാണ്? അത് ഗവൺമെന്റിനാണ്. അവർക്ക് ഇഷ്ടം പോലെ പോകാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ PSC ഉണ്ട്. ആ സംവിധാനം വന്ന പിന്നെ ക്ലിനിക്ക് UDF ഗവൺമെന്റ് കാലത്ത് 12 മണി വരെ ഉള്ളൂ PSC. ഇപ്പോ വൈകുന്നേരം വരെയുണ്ട്. അവിടെ 2800 പുതിയ പോസ്റ്റുകൾ ഉണ്ടാക്കി ഗവൺമെന്റ്. ആരോഗ്യരംഗത്ത് ഒരു കാലത്തും ഇല്ലാത്ത അവയവമാറ്റം എപ്പോഴാണ് ആരംഭിച്ചത്? വൃക്കമാറ്റം എപ്പോഴാണ്? ഇപ്പോഴല്ലേ? കേരളത്തിൽ ക്യാൻസർ മരിച്ച ദിവസം മുതൽ കേൾക്കുന്നു. അടുത്ത നിമിഷം ഒരു കടലാസ് കണ്ടുപിടുത്തു വെച്ച് UDFന്റെ കാലത്തെ പിഴവുകൾ എണ്ണി പറയാനുള്ള ആ ഒരു തിടുക്കമുണ്ടല്ലോ, ആ പിഴവ് പരിശോധിക്കുന്നില്ല, ആ തിടുക്കം കാണുന്നില്ല എന്നുള്ളതാണ്. ഞാൻ തിരിച്ചെത്താം. ഡോക്ടർ അബ്ദുൽ ബാസിൽ പറയാനുണ്ട്, ഡോക്ടർമാരുടെ പ്രതിനിധിക്കും പറയാനുണ്ട്. അങ്ങ് കേൾക്കൂ. അങ്ങീ പറഞ്ഞ മുഴുവൻ ഒഴിവുകളും നികത്തി എന്നൊക്കെ ഉള്ള വാദങ്ങൾക്കിടെ ഡോക്ടർ അബ്ദുൽ ബാസിൽ പറയട്ടെ. ഡോക്ടർ അബ്ദുൽ ബാസിൽ തിരിച്ചെത്താം. KGMCT പ്രതിനിധി ഡോക്ടർ അബ്ദുൽ ബാസിലേക്ക്. ഡോക്ടർ അബ്ദുൽ ബാസിദ്, ഇപ്പോൾ ഡോക്ടർമാർ സമരത്തിലാണ്. OP ബഹിഷ്കരിച്ചുള്ള സമരം ഞാൻ മനസ്സിലാക്കുന്ന 6ാം ദിവസത്തിലെത്തി നിൽക്കുകയാണ്. നിങ്ങളുടെ സമരം, നിങ്ങൾ നേരത്തെയും മുമ്പ് പലതവണ സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. നിങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെട്ടിട്ടില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സർക്കാർ ഇറങ്ങുന്ന ഘട്ടമാകുമ്പോൾ വീണ്ടും ആ സമരം കടുപ്പിക്കുകയാണ്. എന്താണ് നിങ്ങൾ നേരിടുന്ന യഥാർത്ഥ പ്രശ്നം? നിങ്ങളുടെ ഈ ആളില്ലായ്മ എന്ന പ്രശ്നം കൊണ്ടാണോ ഇത്തരം വലിയ പിഴവുകൾ? അതിനെ അങ്ങനെ ന്യായീകരിക്കാൻ പറ്റുന്നതാണോ? മെഡിക്കൽ കോളേജുകൾ അതേപോലെ സർക്കാർ ആശുപത്രികൾ ഇപ്പോഴും പിന്തുടരുന്നത് 1961 സ്റ്റാഫ് പാറ്റേൺ ആണ്. നമ്മൾ മുമ്പ് പലതവണ ഉയർത്തിയ ഒരു പ്രശ്നമാണ്. ഈ 1961 ഒരു ജനസംഖ്യ അല്ല ഇന്നിപ്പോൾ കേരളത്തിലുള്ളത്. നമ്മളിപ്പോൾ 2026 എത്തിയിരിക്കുന്നത്. ഏകദേശം 60-75 വർഷങ്ങൾ അത് കഴിഞ്ഞു പോയി. അതിനുശേഷം ജനസംഖ്യ വല്ലാതെ വർദ്ധിച്ചു. ഒപ്പം തന്നെ ഈ സാറ് പറഞ്ഞ പോലെ തന്നെ നേരത്തെ സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്ന രോഗികളുടെ എണ്ണത്തിലും വല്ലാത്ത രീതിയിൽ വർധനവുണ്ടായിട്ടുണ്ട്.
കേരളത്തിലെ പ്രത്യേക സാമ്പത്തിക അന്തരീക്ഷം മൂലമാണോ അതോ സർക്കാർ ആശുപത്രികൾ ഒരുവിധം മെച്ചപ്പെട്ട ചികിത്സ നൽകുന്നത് കൊണ്ടാണോ എന്നറിയില്ല. വിദഗ്ധരായ ഡോക്ടർമാർ സ്വകാര്യ ആശുപത്രികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സർക്കാർ ആശുപത്രിയിലും സർക്കാർ മെഡിക്കൽ കോളേജുകളിലും അതിലും വിദഗ്ധരായ ഡോക്ടർമാരുണ്ട് എന്നുള്ളത് കൊണ്ടും കൂടുതൽ അർപ്പണ മനോഭാവമുള്ള ഡോക്ടർമാരാണ് ഇവിടെ എന്നുള്ളതും കൊണ്ട് കൂടിയാണ് ഇങ്ങോട്ട് രോഗികൾ വരുന്നത്. പക്ഷേ ഈ ഒരു രോഗികളുടെ വർധനവിന് ആനുപാതികമായി സ്റ്റാഫ് പാറ്റേൺ പരിഷ്കരിക്കാനുള്ള നീക്കം ഉണ്ടായിട്ടില്ല. രണ്ടാമത്തെ കാര്യം, ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, മെഡിക്കൽ കോളേജുകളെ പറ്റി സംബന്ധിച്ചാണെങ്കിൽ മെഡിക്കൽ കോളേജുകളിൽ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഉള്ള സ്റ്റാഫിനെ തന്നെ, ഉള്ള ഡോക്ടർമാരെ തന്നെ, ഫാക്കൽറ്റികളെ തന്നെ കുറയ്ക്കാനും പോസ്റ്റുകൾ വെട്ടിക്കുറയ്ക്കാനുമുള്ള നീക്കമാണ് മെഡിക്കൽ കോളേജുകളിൽ നടക്കുന്നത്. കാരണം NMCയുടെ മാനദണ്ഡ പ്രകാരമാണ് മെഡിക്കൽ കോളേജുകളിലേക്ക് ഡോക്ടർമാരെ തരുന്നത്. NMC മാനദണ്ഡം എന്ന് പറയുന്നത് വിദ്യാർത്ഥികളുടെ എണ്ണത്തിനനുസരിച്ചാണ്, രോഗികളുടെ എണ്ണത്തിനനുസരിച്ചല്ല. ഇപ്പോൾ 250 സ്റ്റുഡൻസ് ഉള്ള കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ NMC നിഷ്കർഷിക്കുന്ന രോഗികളുടെ എണ്ണം 900 ആണ്. 900 രോഗികൾ മാത്രമാണ് ഈ 250 സ്റ്റുഡൻസിനെ പഠിപ്പിക്കാൻ വേണ്ടത്. എന്നാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ബെഡ് സ്ട്രെങ്ത് മാത്രം 3500 ആണ്. മെഡിസിൻ, സർജറി, ഓർത്തോ പോലുള്ള വാർഡുകളിലാണെങ്കിൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും രോഗികൾ പകുതിയും കിടക്കുന്നത് ഫ്ലോറിലാണ്. ഫ്ലോർ പേഷ്യൻസ്. ഈ ഫ്ലോർ പേഷ്യൻ്റ് കൂട്ടാതെ തന്നെ നമുക്കപ്പോൾ 900 രോഗികളെ ചികിത്സിക്കാൻ ആവശ്യമായ ഡോക്ടർമാരുടെ എണ്ണമാണ് NMC നിഷ്കർഷിക്കുന്നത് എന്നിരിക്കെ ഇതിൻ്റെ 3-4 ഇരട്ടി രോഗികളുള്ളപ്പോൾ ഈ രോഗികളുടെ ബാഹുല്യം കണക്കിലെടുത്തുകൊണ്ട് ഡോക്ടർമാരെ പോസ്റ്റ് ചെയ്യുന്നതിന് പകരം ഇപ്പോഴുള്ള ഡോക്ടർമാരെ അടർത്തിയെടുത്ത് കോന്നി, വയനാട്, കാസർഗോഡ്, ഇടുക്കി തുടങ്ങിയ പുതിയതായി ഉണ്ടാക്കിയ മെഡിക്കൽ കോളേജിലേക്ക് അവിടെ പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യാതെ മാറ്റുന്നൊരു സാഹചര്യമാണുള്ളത്. ഈ പുതിയ മെഡിക്കൽ കോളേജുകളിൽ 375 പോസ്റ്റുകൾ വേണം. ഇത് ഞാൻ 1961 സ്റ്റാഫ് പാറ്റേൺ പരിഷ്കരിക്കുന്ന കാര്യമല്ല പറഞ്ഞത്. പുതിയ ഉണ്ടാക്കിയ മെഡിക്കൽ കോളേജുകളിൽ ആവശ്യമുള്ള പോസ്റ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് 375 ആണ്. മിനിമം NMC മാനദണ്ഡ പ്രകാരം ആവശ്യമുള്ള 375 പോസ്റ്റുകൾ ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾ സർക്കാരിൻ്റെ പിന്നാലെ നടക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. ഇപ്പോൾ ഈ മെഡിക്കൽ കോളേജ് തുടങ്ങിയ കാലം മുതൽ ഞങ്ങൾ സർക്കാരിൻ്റെ പിന്നാലെ നടക്കുന്നതാണ്. അപ്പോൾ ഈ പോസ്റ്റുകൾ ഞങ്ങളുടെ നിരന്തരമായ സമ്മർദ്ദത്തിന് ശേഷം സർക്കാർ ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത് 44 പോസ്റ്റുകളാണ്. ഈ പോസ്റ്റുകളിൽ അസോസിയേറ്റ് പ്രൊഫസറും മാത്രമാണുള്ളത്. അസിസ്റ്റന്റ് പ്രൊഫസർമാരുടെ പോസ്റ്റുകൾ ഇല്ല. അപ്പോൾ ഇപ്പോഴും സർക്കാർ ഉദ്ദേശിക്കുന്നത് അസിസ്റ്റന്റ് പ്രൊഫസർമാരെ നിലവിലുള്ള മെഡിക്കൽ കോളേജുകളിൽ നിന്ന് അടർത്തിയെടുത്തുകൊണ്ട് പുനർവിന്യാസം നടത്തിക്കൊണ്ട് ഇങ്ങോട്ട് സ്ഥാപിക്കാം എന്നുള്ളതാണ്. ഇത് ഒരു പരിധിവരെ ഇത്തരം പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. രോഗികൾക്ക് ചികിത്സ ലഭിക്കുന്നതിന് വിഘാതം സൃഷ്ടിക്കുന്നുണ്ട്. ഈ മെഡിക്കൽ കോളേജുകളിൽ ഇപ്പോൾ നമുക്ക് നഴ്സുമാരുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് നഴ്സുമാരുടെ കാര്യം വെച്ച് കഴിഞ്ഞാൽ സ്ക്രബ് നഴ്സ്, ഫ്ലോർ നഴ്സ്, അതേപോലെ സർജിക്കൽ പ്രോട്ടോക്കോളുകളുണ്ട്, WHO ചെക്ക് ലിസ്റ്റ് ഉണ്ട്. ഒരു സർജറി പെർഫോം ചെയ്യുമ്പോൾ സൈൻ ഇൻ, സൈൻ ഔട്ട് ഇതുപോലുള്ള ചെക്ക് ലിസ്റ്റുകൾ ചെക്ക് ചെയ്യുന്ന ബൃഹത്തായ സമയങ്ങളുണ്ട്. 5 മിനിറ്റ് ഒരു സർജറി തുടങ്ങുന്നതിന് മുമ്പ് സൈൻ ഇൻ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും കൂടി നിന്നുകൊണ്ട് നമ്മുടെ ഈ സർജറി ചെയ്യുന്നത് യഥാർത്ഥത്തിലുള്ള ചെയ്യേണ്ട സർജറിയാണോ ചെയ്യുന്നത്, റൈറ്റ് സർജറി, റൈറ്റ് പേഷ്യൻറ്റ്, റൈറ്റ് സൈഡ്, ഇതെല്ലാം ചെക്ക് ചെയ്യണം. അതേപോലെ എത്രത്തോളം ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് സ്ക്രബ് നഴ്സ് എടുക്കുന്ന ഉപകരണങ്ങളുടെ എണ്ണം രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഇത് ഫ്ലോർ നഴ്സ് വെരിഫൈ ചെയ്യേണ്ടതുണ്ട്. എന്നാൽ ഇവിടെ കേരളത്തിലെ ആശുപത്രികളിൽ ഇതൊരു പുതിയ സംവിധാനമാണ്. WHOയുടെ പുതിയ നിഷ്കർഷ പ്രകാരമുള്ള സംഭവമാണ്. ഈ ഫ്ലോർ നഴ്സ് എന്നുള്ള സംവിധാനം നമ്മുടെ മാനവ വിഭവശേഷിയിലെ കുറവ് കാരണം നടപ്പിലാക്കാനേ കഴിയുന്നില്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 500 നഴ്സുമാരാണുള്ളത്. 250 നഴ്സുമാരെ HDS വഴി നിയമിച്ച് HDSൽ നിന്ന് ആശുപത്രി ശമ്പളം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 250 രോഗികളുള്ള മിംസ് ആശുപത്രിയിൽ 4000-ഓളം നഴ്സുമാരുണ്ട്. എന്നാൽ ഇവിടെ നേരെ തിരിച്ചാണ്. നമുക്ക് 3500 രോഗികളുള്ളപ്പോൾ നമുക്ക് ആകെയുള്ളത് 500 നഴ്സുമാർ. അത് 250, ഇപ്പോൾ എല്ലാം കൂടെ 750. നമുക്ക് ഒരു വാർഡിലാണെങ്കിൽ 6 രോഗികൾക്ക് ഒരു നേഴ്സ് എന്നുള്ളതാണ് കണക്ക്. എന്നാൽ 60 രോഗികൾക്ക് ഒരു നേഴ്സ് എന്നുള്ള രീതിയിലാണ് വാർഡിൽ പോകുന്നത്. 20-25 രോഗികളുള്ള ICUവിൽ 1:1 എന്ന റേഷ്യോയിൽ, അതായത് ഒരു രോഗിക്ക് ഒരു നേഴ്സ് എന്ന കണക്കിൽ ICUവിൽ വേണ്ടപ്പോൾ നമുക്ക് 20 രോഗികൾക്ക് 2 നേഴ്സ് എന്ന കണക്കിലാണ്. അപ്പോൾ ഇങ്ങനെ ഭീമമായ മാനവ വിഭവശേഷി ക്രഞ്ച് നമ്മൾ അനുഭവിക്കുന്നുണ്ട്, കാലങ്ങളായി അനുഭവിക്കുന്നുണ്ട്. അത് ഈ ഒരു സർക്കാരിൻ്റെ കാലത്ത് മാത്രമുള്ളതല്ല, മുമ്പ് ഉള്ളതാണ്. അപ്പോൾ ഈ ഒരു ക്രഞ്ചുകൾ KGMCTയെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു മാനവവിഭവശേഷി പ്രശ്നങ്ങൾ കാലങ്ങളായിട്ട് KGMCTയെ ചൂണ്ടിക്കാണിക്കുന്ന അത് പരിധിവരെ അഭിപ്രായമുണ്ടോ? അപ്പോഴും ആ പറയുന്ന രീതിയുണ്ടല്ലോ, ഒരു കത്രിക വയറ്റിൽ എത്ര വർഷം ഇരുന്നാലും ഒരു കുഴപ്പവുമില്ല, ജീവനപായം സംഭവിക്കില്ല എന്നായിരിക്കാം ഡോക്ടർ ഉദ്ദേശിച്ചത്.
പക്ഷെ അവരനുഭവിച്ച വേദന നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ അതിനോടൊക്കെ ഇത്രയും നിർവികാരമായി പ്രതികരിക്കുന്നത് ഈ പറയുന്ന ആളില്ലാത്തതുകൊണ്ടാണ് എന്നാണോ, എന്ന അനുമാനത്തിലേക്കാണോ എത്തേണ്ടത്? ഒരിക്കലുമില്ല. അത്രയും ഇൻസെൻസിറ്റീവ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഒരിക്കലും ഒരു ഡോക്ടറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാൻ പാടുള്ളതല്ല. അവരങ്ങനെ പറഞ്ഞു പോയത് തീർച്ചയായും നിർഭാഗ്യകരം തന്നെയാണ്. അത് ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. അത് ഇനേർട്ട് മെറ്റീരിയൽ ആണ് എന്നുള്ള രീതിയിൽ പറഞ്ഞതാകാം. എന്തായാലും ആ വാക്കുകൾ കുറച്ച് കടന്നുപോയി എന്ന് തന്നെയാണ് സംഘടനയുടെ അഭിപ്രായം. വേറൊരു കാര്യം കൂടി ഡോക്ടർ, ഇപ്പോൾ ഈ പിഴവുകളുമായി ബന്ധപ്പെട്ട് പലപ്പോഴും ഉയരുന്ന പരാതികൾ കേസെടുക്കാറുണ്ട്, അല്ലെങ്കിൽ ആരോഗ്യവകുപ്പ് നടപടിയെടുക്കുന്നു എന്ന് പറയുന്നു. ചിലപ്പോൾ അതൊരു ട്രാൻസ്ഫർ ആകാം, ചിലപ്പോൾ അത് സസ്പെൻഷൻ ആകാം. അതിലപ്പുറം നടപടികളിലേക്ക് കടന്നതായി നമ്മുടെ മുന്നിലില്ല. KGMCT ഏതെങ്കിലും ഡോക്ടർമാർക്ക് പറ്റുന്ന പിഴവുകൾ ആശുപത്രികൾ, മെഡിക്കൽ കോളേജ് ആശുപത്രികളിൽ ഡോക്ടർമാർ അംഗീകരിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? നമ്മുടെ മുന്നിൽ അങ്ങനെ ഒരു പ്രതികരണം ഇന്ന് വരെ കണ്ടിട്ടില്ല. പിഴവ് പറ്റി, ഇതാ ആ ഡോക്ടർക്ക് പിഴവ് പറ്റിയിരിക്കുന്നു എന്നുള്ള ഒരു പ്രതികരണം. ഡോക്ടറെ രക്ഷിക്കാനുള്ള കൂട്ടത്തോടു കൂടിയുള്ള സംഘടനയുടെ വരവാണ് എല്ലാ ഘട്ടത്തിലും കണ്ടിട്ടുള്ളത്. ഡോക്ടർ ബാസിൽ, നമ്മൾ ഈ ഒരു പ്രശ്നത്തെ മറ്റു രാജ്യങ്ങളിൽ എങ്ങനെയാണ് അഭിമുഖീകരിക്കേണ്ടതെന്ന് നോക്കേണ്ടതാണ്. ഇപ്പം UK പോലുള്ള അല്ലെങ്കിൽ അത്തരം മാതൃകാപരമായിട്ടുള്ള ആരോഗ്യ സംവിധാനങ്ങൾ നിലവിലുള്ള രാജ്യങ്ങളിൽ ഇത്തരം സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ സാധാരണ നിങ്ങൾ വേണമെങ്കിൽ ഗ്രോക്കിലോ അല്ലെങ്കിൽ ഗൂഗിളിലോ അടിച്ചു നോക്കൂ. 10,000 സർജറികളിൽ ഇതിൻ്റെ നെവർ ഇവൻറ്റ്സ് എന്നാണ് ഇതിനെ പറയുക. അതായത് ആർട്ടറി ഫോസപ്സ് മറന്നു വെക്കുക, മോപ്പ് മറന്നു വെക്കുക, ഇത്തരം നെവർ ഇവൻറ്റ്സ് 10,000 സർജറികളിൽ 1 എന്ന തോതിൽ ഈവൻ വികസിത രാജ്യങ്ങളിൽ പോലും സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ ഇവൻറ്റുകൾ സംഭവിക്കുമ്പോൾ അവിടെ നടപടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റൂട്ട് കോസ് അനാലിസിസ് എന്നുള്ളതാണ്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു, അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തുകയും ആ കാരണങ്ങളെ ചികിത്സിക്കുകയുമാണ് ചെയ്യേണ്ടത്. മറിച്ച് ഇവിടെ സംഭവിക്കുന്നത് ഒരു ഡോക്ടറെ അങ്ങ് സസ്പെൻഡ് ചെയ്യുന്നതോടുകൂടി എല്ലാം ആയി എന്നുള്ള ഇത് നമ്മുടെ ഒരു സമൂഹത്തിൻ്റെ കുഴപ്പമാകാം. ആ ഒരു ഡോക്ടറെ ബലിയാടാക്കിക്കൊണ്ട് ആ സംഭവം അതോടുകൂടി തീർക്കുന്ന ഒരു ഒരു സ്ഥിതിവിശേഷമാണ് നമ്മുടെ നാട്ടിലുള്ളത്. എന്നാൽ ഇതിലേക്ക് നയിക്കുന്ന കാരണങ്ങൾ അതേപടി നിലനിൽക്കുകയാണ്. ആ കാരണങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ ഉണ്ടായി എന്നത് മനസ്സിലാക്കാതെ അതിനെ ചികിത്സിക്കാതെ തൊലിപ്പുറമേയുള്ള ചികിത്സയാണ് ഇവിടെ നടക്കുന്നത്. അത്തരം ചികിത്സ കൊണ്ട് യാതൊരു ഗുണവും സമൂഹത്തിനുണ്ടാകാൻ പോകുന്നില്ല, ഈ ആരോഗ്യ രംഗത്തിനുണ്ടാകാൻ പോകുന്നില്ല, ആർക്കും അതുകൊണ്ട് ഗുണം ഉണ്ടാകാൻ പോകുന്നില്ല. ആ ഡോക്ടർ അവിടെ ഈ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു എന്ന് വിചാരിച്ചു ഡിസ്മിസ് ചെയ്താൽ പോലും ഈ സംഭവങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഈ സംഭവങ്ങൾ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. റൂട്ട് കോസ് അനാലിസിസ് എന്നാണ് പറയുക. പല ലെയറുകളിലുള്ള കാര്യങ്ങൾ നമ്മളിതിൽ കറക്റ്റ് ചെയ്യേണ്ടത്. സ്വിസ് ചീസ് മെത്തേഡ് എന്നാണ് പറയുക. സ്വിസ് ചീസ് ഇങ്ങനെ മുറിച്ച പോലെ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ മാൻ പവർ ഇല്ല, WHO ചെക്ക് ലിസ്റ്റുകൾ നടപ്പിലാക്കാനുള്ള സംവിധാനങ്ങളില്ല, ഇത് ഓഡിറ്റ് ചെയ്യാൻ സംവിധാനങ്ങളില്ല. അപ്പോൾ ഇത്തരം സംവിധാനങ്ങൾ നടപ്പിലാക്കേണ്ടതുണ്ട്. ഇത്തരം സംവിധാനങ്ങളില്ലാതെ കേവലം ഒരു ഡോക്ടറെ നമ്മൾ സസ്പെൻഡ് ചെയ്യുക, അവർക്കെതിരെ നടപടി ചെയ്യുകയാണെങ്കിൽ അത് തുടർന്നുകൊണ്ടേയിരിക്കും. ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. അതാണ് സംഘടനയ്ക്ക് പറയാനുള്ളത്. OJ ജനീഷിലേക്ക്. ജനീഷ്, ഇപ്പോൾ പിഴവുകളുടെ പരമ്പരയുണ്ട്, അക്കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ മെഡിക്കൽ കോളേജ് ആശുപത്രികളിലെ സാഹചര്യം അത് ഈ 10 വർഷം കൊണ്ടുണ്ടായ ഒരു പുതിയ സാഹചര്യമായി കാണാൻ പറ്റില്ല. നിങ്ങളുടെ കാലത്ത് ഉണ്ടായിരുന്നതിനേക്കാൾ ഒരുപക്ഷെ സാഹചര്യം മോശമായിട്ടുണ്ടാകാം. പക്ഷേ ഒരു കാലത്തും മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാരുടെ പ്രശ്നങ്ങളും അല്ലെങ്കിൽ രോഗികളുടെ പ്രശ്നങ്ങളും ആ നിലയ്ക്ക് പരിഗണിക്കപ്പെട്ടിട്ടില്ല എന്ന് വേണം കരുതാൻ. ഡോക്ടർ അബ്ദുൽ ബാസിദ് പറഞ്ഞ കേട്ടല്ലോ. അപ്പോൾ ഡോക്ടർമാരുടെ എണ്ണത്തിലടക്കമുള്ള പ്രശ്നം. അപ്പോൾ എവിടെയെങ്കിലും പുറമേയുള്ള തൊലിപ്പുറത്തെ ചികിത്സ കൊണ്ട് കാര്യമില്ല എന്നുള്ളതാണ്. ഒരു സസ്പെൻഷൻ, ഒരു നടപടി എന്നതിൽ അത് അവസാനിക്കുന്നില്ല. അപ്പോൾ ആത്യന്തികമായി നടപ്പാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ സമരം നടത്തുന്നതിനപ്പുറം അത്തരം കാര്യങ്ങളിലേക്ക് കൂടി ആലോചനയുണ്ടോ യൂത്ത് കോൺഗ്രസിന്? അല്ല, തീർച്ചയായിട്ടും നേരത്തെ ബാസിദ് പറഞ്ഞ കാര്യം ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. അദ്ദേഹം ഇപ്പോൾ കേരളത്തിലെ ആരോഗ്യ മേഖലയിലെ മറ്റൊരു തകർച്ചയാണ് ചൂണ്ടിക്കാണിച്ചത്. കാരണം ആരോഗ്യ സംവിധാനത്തിനകത്ത് കൃത്യമായ സ്റ്റാഫ് പാറ്റേൺ പാലിക്കപ്പെടുന്നില്ല, തസ്തികകൾ കൂടുതലായി നിയമിക്കപ്പെടുന്നില്ല. പിന്നെ ഇന്ന് ഇപ്പോൾ KGMCTയുടെ ആളുകളെല്ലാം തന്നെ ഇപ്പോൾ സമരത്തിലുമാണ്. ആ സമരത്തിൻ്റെ ഭാഗമായി അവർ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. ഇപ്പോൾ 2016 മുതൽ 2026 എത്തി നിൽക്കുന്ന ഈ ഘട്ടം വരെ അതിൻ്റെ ഉത്തരവാദിത്വം ആരാണ് ഏറ്റെടുക്കേണ്ടത്? ആരോഗ്യമന്ത്രിക്കെതിരെ എന്തുകൊണ്ട് സമരം ഉണ്ടാകുന്നു? ആരോഗ്യമന്ത്രി പറഞ്ഞ പ്രസ്താവന എന്താ? ഞാനല്ല സർജറി നടത്തിയത്, ഞാനല്ല സർജറി നടത്താൻ പഠിപ്പിച്ചത്, ആ ആശുപത്രിയുടെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ ഉണ്ടായിരുന്നില്ല. ധാർമ്മികമായ ഉത്തരവാദിത്വമാണല്ലോ അവർക്ക് ഈ വിഷയത്തിനകത്ത് ഏറ്റവും പ്രസക്തമായി അവർക്കുള്ളത്. ഇന്ന് DYFIയുടെ ഒരു സമരം നടന്നു. അത് ലളിതാംബിക എന്ന് പറഞ്ഞ ഡോക്ടറെ വീട്ടിലേക്ക്, റിട്ടയർ ചെയ്ത ആ ഡോക്ടറെ വീട്ടിലേക്കാണ് സമരം നടന്നത്. അവർ ഈ സർജറി നടത്തിയ ആളല്ല.
ഞാൻ അവരെ ന്യായീകരിക്കാൻ വേണ്ടി പറയുകയല്ല. അവർ നടത്തിയ സ്റ്റേറ്റ്മെന്റ് അങ്ങേയറ്റം അപലപനീയമാണ്, അത് തള്ളിപ്പറയേണ്ടതുമാണ്. ആ സ്റ്റേറ്റ്മെന്റിനോടൊപ്പം തന്നെ അവർക്കെതിരെ സമരം നടത്തേണ്ടതുമാണ്. പക്ഷേ അവർ ഈ സർജറി നടത്തിയ ആളല്ല, അവർ ഈ സർജറിയുടെ ആ കാലത്തെ വകുപ്പ് മേധാവിയാണ്. അപ്പോൾ വകുപ്പ് മേധാവിയായ ലളിതാംബയ്ക്ക് നേരെ ഡിവൈഎഫ്ഐക്കാരൻ സമരം നടത്തുന്നത് അവർ കുറ്റക്കാരിയാണെന്ന് പറഞ്ഞ് സമരം നടത്തുമ്പോൾ വകുപ്പ് മേധാവിക്ക് ഉള്ളതുപോലെ തന്നെ ഉത്തരവാദിത്വം സൂപ്രണ്ടിനില്ലേ? അതുപോലെ തന്നെ ഉത്തരവാദിത്വം ആരോഗ്യവകുപ്പിന്റെ മന്ത്രിക്കില്ലേ? ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് ആരോഗ്യവകുപ്പിന്റെ മന്ത്രിയെ മാറ്റി നിർത്തിയിട്ടാണല്ലോ ഡിവൈഎഫ്ഐയും മറ്റ് സംഘടനകളൊക്കെ തന്നെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്നത് കേരളത്തിൻ്റെ ആരോഗ്യ വകുപ്പിന് കഴിഞ്ഞ 10 വർഷ കാലഘട്ടത്തിനിടയിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പോരായ്മ ബാസിത് നേരത്തെ പറഞ്ഞു. ജനങ്ങൾ കൂടുതലായി ഇന്ന് മെഡിക്കൽ കോളേജിലേക്ക് വരുന്നുണ്ട്. അത് മെഡിക്കൽ കോളേജിൻ്റെ ചികിത്സ മികവ് കൊണ്ട് എന്ന് മാത്രം കണക്കാക്കേണ്ടതില്ല, ആരോഗ്യരംഗത്ത് ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ കൊണ്ട് കൂടി ഉണ്ടാകാം. മാത്രമല്ല സ്വകാര്യ ആശുപത്രികളിലേക്ക് പോകാൻ സാധിക്കാത്ത സാമ്പത്തികമായ പ്രയാസങ്ങളുള്ള ആളുകൾ കൂടി ഉണ്ടാകാം. അപ്പോൾ അങ്ങനെ കൂടുതലായ ആളുകൾ സർക്കാർ ആശുപത്രികളിലേക്ക് വരുമ്പോൾ അതിനനുസരിച്ച് അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റുകൾ നടക്കുന്നുണ്ടോ എന്നുള്ള പ്രധാനപ്പെട്ട പ്രശ്നമല്ലേ? അത് ആരുടെ ഉത്തരവാദിത്തമാണ്? ആ സിസ്റ്റം ഉണ്ടാക്കേണ്ട ഉത്തരവാദിത്തം ഡോക്ടർമാരുടേതാണോ? അല്ല, അത് സർക്കാരിൻ്റെതാണ്, ആരോഗ്യവകുപ്പിൻ്റെതാണ്. അവിടങ്ങളെല്ലാം തന്നെ ഈ സംവിധാനം പരാജയപ്പെട്ടു. 2011 ഭരിച്ചിരുന്ന UDF സർക്കാരിനെയും ഇപ്പോൾ ഭരിക്കുന്ന LDF സർക്കാരിനെയാണ് താരതമ്യം ചെയ്തുകൊണ്ട് ആരോഗ്യവകുപ്പിൻ്റെ മന്ത്രി പറയുന്നത്. ആ കാലത്തിൽ നിന്ന് എത്രയോ ടെക്നോളജിക്കലായിട്ടുള്ള മാറ്റങ്ങൾ എത്രയോ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനെയൊക്കെ എങ്ങനെയാണ് ഇവർ തുലനം ചെയ്യാൻ വേണ്ടി സാധിക്കുക? 10 വർഷക്കാലം മുമ്പുണ്ടായ കേരളമാണോ ഇപ്പോഴുള്ളത്? 10 വർഷക്കാലം ഉണ്ടായ എക്സ്പെൻസ് ആണോ ഇപ്പോഴുള്ളത്? 10 വർഷക്കാലം മുമ്പുണ്ടായ രോഗികളുടെ എണ്ണമാണോ ഇപ്പോഴുള്ളത്? 10 വർഷക്കാലം മുമ്പുണ്ടായിരുന്ന ടെക്നിക്കലായിട്ടുള്ള സാങ്കേതികമായ വളർച്ചയാണോ ഇപ്പോഴുള്ളത്? അപ്പോൾ അതിനെ തമ്മിൽ താരതമ്യം ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. അങ്ങനെയാണെങ്കിൽ AK നായനാരുടെയും EMSൻ്റെയും കാലത്തെയും കൂടി എടുത്ത് താരതമ്യം ചെയ്യട്ടെ. ആ കാലഘട്ടം മുഴുവൻ എടുത്തങ്ങോട്ട് കേരളം മുഴുവൻ 57 മുതൽ ഇതുവരെയുള്ള മുഴുവൻ കാലഘട്ടം എടുത്ത് താരതമ്യം ചെയ്യട്ടെ. ഈ കാലഘട്ടത്തിനകത്ത് ഉണ്ടായിട്ടുള്ള പോരായ്മകളാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ആരോഗ്യ വകുപ്പിൻ്റെ മന്ത്രി എന്ന നിലയ്ക്ക് ഇവർ ഇതിനോടകം തന്നെ എത്ര അന്വേഷണ റിപ്പോർട്ടുകൾ വാങ്ങി കയ്യിൽ വെച്ചിട്ടുണ്ടാകാം? ഏതാണ്ട് 42ഓളം അന്വേഷണ റിപ്പോർട്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിൽ എത്ര അന്വേഷണ റിപ്പോർട്ടുകൾ നടപടിയെടുത്തിട്ടുണ്ട്? അന്വേഷണം നടത്തി കുറ്റക്കാരായ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടിയെടുക്കണം എന്ന് പറയുമ്പോൾ തന്നെ മറിച്ച് അവർ ഉന്നയിക്കുന്ന ന്യായമായ ആവശ്യങ്ങളുടെ സൗകര്യങ്ങൾ കൂടി ഏർപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം ഇവർക്കുണ്ടല്ലോ. ചികിത്സാ പിഴവുകൾ സംഭവിക്കുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. എത്ര സംഭവങ്ങൾ നമുക്ക് എണ്ണി പറയാൻ വേണ്ടി സാധിക്കും. നേരത്തെ പ്രകാശ് മാഷൂടെ വളരെ ആധികാരികമായി പറഞ്ഞു. സ്മൃതി ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം മനസ്സിലാക്കണമായിരുന്നു. അദ്ദേഹം ഒരു ആശുപത്രിയുടെ പ്രധാനപ്പെട്ട പ്രസിഡന്റായിട്ടിരുന്ന് വളരെയധികം സർജറികളൊക്കെ നടത്തിയിട്ടുള്ള ഒരു വിദഗ്ധനെ പോലെയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താ? എനിക്ക് ഇതിനെപ്പറ്റിയൊക്കെ അറിയാം, അത് കത്രികയാണോ, അത് മോസ്കിറ്റോ സിസ്റ്ററാണോ, ഇതൊക്കെ സംബന്ധിച്ച് എനിക്കറിയാം. ഇതൊരു മനുഷ്യന്റെ ഉള്ളിലല്ലേ മാഷേ ശ്രീ M പ്രകാശൻ, അവരുടെ ഉള്ളിലല്ലേ, ഒരു ജീവനുള്ള മനുഷ്യന്റെ ശരീരത്തിന്റെ ഉള്ളിലല്ലേ ഇത് കുടുങ്ങി കിടക്കുന്നത്? അതിന് ഇത്ര ലാഘവ ബുദ്ധിയോട് കൂടി പറയാൻ വേണ്ടി സാധിക്കൂ? ആ സ്ത്രീ അനുഭവിച്ചിട്ടുള്ള വേദനകൾ എത്രയാണ്? അവരുടെ മകൻ തന്നെ ഇന്നലെ പറഞ്ഞില്ലേ? അപ്പോൾ നിങ്ങൾ പറയുന്നത് എന്താ? അത് വൈകാരികമായി അവതരിപ്പിക്കാൻ വേണ്ടി പാടില്ല. പിന്നെ എങ്ങനെയാണ് അവതരിപ്പിക്കേണ്ടത്? ഒരു മനുഷ്യൻ അനുഭവിച്ച വേദനയെ പിന്നെ ഏത് രീതിയിലാണ് അവതരിപ്പിക്കേണ്ടത്? ഒറ്റപ്പെട്ട സംഭവം എന്നാണ് നിങ്ങൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് എത്രാമത്തെ ഒറ്റപ്പെട്ട സംഭവമാണെന്നാണ് നിങ്ങൾ CPM പറയാൻ വേണ്ടി ശ്രമിക്കുന്നത്? ഇവിടെ കോട്ടയം മെഡിക്കൽ കോളേജിലെ ബിന്ദു കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കിടന്ന് മരണപ്പെട്ടു. UDFൻ്റെ കാലഘട്ടത്തിലെ കെട്ടിടമാണ്, അല്ലെങ്കിൽ ശിവകുമാർ ആരോഗ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ കെട്ടിടമാണ്, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ ബലക്ഷയം ഉണ്ടായ കെട്ടിടമാണ്. അതിൻ്റെ ഉത്തരവാദിത്വം എനിക്കില്ല എന്ന് ആരോഗ്യവകുപ്പിൻ്റെ മന്ത്രിക്ക് പറയാൻ വേണ്ടി സാധിക്കൂ? 2017 ഹർഷനയ്ക്ക് സർജറിയിൽ ഗുരുതരമായ പിഴവ് പറ്റി. ആ പിഴവ് പറ്റിയ ആ യുവതിയെ സംബന്ധിച്ച് അത് UDFൻ്റെ കാലഘട്ടത്തിലാണോ LDFൻ്റെ കാലഘട്ടത്തിലാണോ എന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം അവർക്കാണ് എന്ന് പറഞ്ഞാൽ ആരോഗ്യ വകുപ്പിന് ഒരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ. ഏത് സർക്കാരിൻ്റെ കാലഘട്ടമായാലും ശരി, ഇതിങ്ങനെ തുടർന്നൊരു പ്രക്രിയയല്ലേ? അപ്പോൾ ഒരു രോഗിക്ക് ഒരു നെഗ്ലിജൻസിൻ്റെ ഭാഗമായി, മെഡിക്കൽ നെഗ്ലിജൻസിൻ്റെ ഭാഗമായി പ്രയാസമുണ്ട് എന്ന് വന്നാൽ സർക്കാരിനാണല്ലോ അതിൻ്റെ ഉത്തരവാദിത്തം. അവർക്ക് തുടർ ചികിത്സ ഏർപ്പെടുത്തേണ്ട കാര്യത്തിൽ, അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കേണ്ട കാര്യത്തിൽ അതിന് ഏത് സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ, ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണോ അതിനു മുമ്പുണ്ടായ UDF സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണോ? ഇതെല്ലാം ആ രോഗിയെ സംബന്ധിച്ച് എങ്ങനെയാണ് അവർ തെളിയിക്കേണ്ട ഉത്തരവാദിത്തമായിട്ട് മാറുന്നത്? അതുപോലെ തന്നെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ വിനോദിനി എന്ന് പറയുന്ന കൊച്ചു പെൺകുട്ടിയുടെ വലത് കൈ മുറിച്ചു മാറ്റേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായില്ലേ? അതിനെയൊക്കെ വളരെ ലാഘവതയോട് കൂടി കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അത് ആശുപത്രിയിൽ ഡോക്ടർമാർക്കുണ്ടായ പിഴവ്, ചികിത്സാ സംബന്ധമായ പിഴവ്, ആ പിഴവ് തിരുത്തേണ്ട ഉത്തരവാദിത്തമാർക്കാണ്? ആ പിഴവിന് ഒരു പരിഹാരം നിർദ്ദേശിക്കേണ്ട ഉത്തരവാദിത്തമാർക്കാണ്? അത് സർക്കാരിനില്ലേ? ആ കുട്ടിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടി പ്രതിപക്ഷ നേതാവല്ലേ ആ കുട്ടിക്ക് വെപ്പുകൈ വെച്ച് കൊടുത്തത്? അല്ലാണ്ട് കേരളത്തിൻ്റെ സംസ്ഥാന ഗവൺമെൻറ്റാണോ ആരോഗ്യവകുപ്പാണോ? ഇവർക്ക് അത്തരം കാര്യങ്ങളിലൊന്നും തന്നെ യാതൊരു തരത്തിലുള്ള ഇടപെടലുകളിൽ നിന്ന് ഇവരിങ്ങനെ നിരന്തരമായി അതിവൈകാരികമായ പ്രതികരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ഈ ചർച്ചയ്ക്ക് ഇരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ സോഷ്യൽ മീഡിയക്കകത്ത് കണ്ടൊരു പോസ്റ്റിൽ ആരോഗ്യവകുപ്പിൻ്റെ മന്ത്രി പറയുകയാണ്, ഞാൻ ഇവിടെ തന്നെയുണ്ട്, പ്രതിഷേധക്കാർ വരട്ടെ, പോലീസൊന്നും എനിക്ക് വേണ്ട, പോലീസൊന്നും ഉണ്ടാകണമെന്നില്ല, പാർട്ടിക്കാരുണ്ടാകും. എന്ത് മെസ്സേജാണ് ഇവർ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്? ഇവിടെ
ഇപ്പൊ നേരത്തെ ചർച്ച തുടങ്ങിയപ്പോൾ പറഞ്ഞു, നിങ്ങൾ ചോദിച്ചു ഈ വിഷയം വഴിതിരിച്ചു വിടാൻ വേണ്ടി ശ്രമിക്കുന്നത് ആരാണ്? ഡിവൈഎഫ്ഐയും CPM ഒക്കെ തന്നെയാണ്. അവരുടെ ബുദ്ധി കേന്ദ്രങ്ങളിൽ നിന്ന് വരികയാണ്. നിർദോഷമായ ഒരു പ്രകടനം, നിർദോഷമായ പ്രതീകാത്മകമായ ഒരു സമരം, അതാണ് റീത്ത് സമർപ്പിച്ച സമരം നടത്തിയത്. അതല്ലാതെ CPM പ്രവർത്തകന്മാർ ചെയ്യുന്നത് പോലെ, ഡിവൈഎഫ്ഐക്കാരൻ ചെയ്യുന്നത് പോലെ മന്ത്രിയെ വഴിയിൽ തടഞ്ഞു നിർത്തി ആക്രമിച്ചിട്ടില്ല, കായികമായി ഏറ്റുമുട്ടൽ ഉണ്ടാക്കിയിട്ടില്ല, അവരുടെ വാഹനത്തെ പരിക്കേൽപ്പിച്ചിട്ടില്ല, അവരുടെ വീടിന് പരിക്കേൽപ്പിച്ചിട്ടില്ല. വളരെ നിർദോഷമായി അവിടെ കടന്നു ചെന്ന യൂത്ത് കോൺഗ്രസ്സുകാരെ സംബന്ധിച്ച് 2 പോലീസുകാരാണ് ആകെ ഇവിടെയുള്ളത്. അവർക്ക് ഒരു തരത്തിൽ പോലും അവരെ തടയാൻ വേണ്ടി സാധിക്കില്ലായിരുന്നു. സ്വയം ആത്മസംയമനം പാലിച്ചിട്ടാണ് ആ ചെറുപ്പക്കാർ അവിടെ ആ സമരം നടത്തി അവസാനിപ്പിച്ചു പോരുന്നത്. അപ്പോൾ അതിനെ വൈകാരികമായിട്ട് അങ്ങ് ഏറ്റെടുക്കുകയാണ്. മന്ത്രി ശിവൻകുട്ടി വരുന്നു, ജോയ് വരുന്നു, വനിതയല്ലേ എന്നുള്ള പ്രസ്താവന നടത്തുന്നു. സമരം നടത്തിയാൽ ഞങ്ങൾ തെരുവിൽ നേരിടുമെന്ന് ഡിവൈഎഫ്ഐ പറയുന്നു. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഇവിടെ ഇത്തരത്തിൽ മെഡിക്കൽ നെഗ്ലിജൻസിന്റെ ഭാഗമായി ഇത്തരത്തിൽ ഇരകളാക്കപ്പെടുന്ന, വിക്ടിമാക്കപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി, അവർക്ക് വേണ്ടി ആരാണ് സംസാരിക്കുക? അവർക്ക് വേണ്ടി സംസാരിക്കേണ്ട ഉത്തരവാദിത്തം ഞങ്ങൾക്കില്ലേ? പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുള്ള പ്രതിപക്ഷ ധർമ്മം എന്ന നിലയ്ക്കാണ് ഞങ്ങൾ ഒറ്റ കാര്യം കൂടി സജീവൻ നേരത്തെ പറഞ്ഞു, ഇത് പ്രതിപക്ഷത്തിനും കൂടി ഉത്തരവാദിത്തമുണ്ട്. കഴിഞ്ഞ 10 വർഷക്കാലമായി പ്രതിപക്ഷത്തിരിക്കുന്ന UDF-നാണോ ഈ കഴിഞ്ഞ 10 വർഷക്കാലമായി ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ആരോഗ്യ മേഖലയിലെ ഭരണ തകർച്ചയ്ക്കോ അഡ്മിനിസ്ട്രേറ്റീവ് രംഗത്തെ പോരായ്മകൾക്ക് ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത്? ആശുപത്രികളിൽ പോയാൽ മരുന്നില്ല, അതിന് UDF ഉത്തരവാദിത്തം ഏറ്റെടുക്കണോ? പാരസെറ്റമോൾ അല്ലാതെ മറ്റൊരു മരുന്നും ഇവർക്ക് ആശുപത്രിയിൽ പോയാൽ കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. വേണ്ടത്ര സ്റ്റാഫ് പാറ്റേൺ ഇല്ല, അതിന്റെ ഉത്തരവാദിത്തം ഞങ്ങൾ ഏറ്റെടുക്കണോ? സ്റ്റാഫ് പാറ്റേൺ ഇല്ലാതെ വരുന്നതുകൊണ്ടാണ് അവിടെയുള്ള നിലവിലെ ഉദ്യോഗസ്ഥർക്ക് അല്ലെങ്കിൽ ഡോക്ടർമാർക്ക്, നഴ്സുമാർക്ക് അമിതമായ ജോലിഭാരം ഉണ്ടാകുന്നത്. അതിന്റെയും ഒരു സ്റ്റാഫ് പാറ്റേൺ ആണെന്ന് പറയുമ്പോൾ ഇത് കേവലം ഈ 10 വർഷം കൊണ്ടുള്ള പ്രതിസന്ധി അല്ല എന്ന് കൂടി അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു. 10 വർഷക്കാലം കൊണ്ടുണ്ടായിട്ടുള്ള വർധനവിനനുസരിച്ച്, രോഗികളുടെ വർധനവിനനുസരിച്ചിട്ട്, സർക്കാരിന് ലഭ്യമാകുന്ന സാമ്പത്തിക സൗകര്യങ്ങളും സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ട് 10 വർഷക്കാലം വലിയൊരു ടൈമാണ്, ചെറിയ കാലമല്ലല്ലോ. 10 വർഷക്കാലം ഒരു ഭരണ തുടർച്ചയ്ക്കകത്ത് വലിയൊരു ടൈമാണ്. ആ ടൈമിനകത്ത് സർക്കാർ പാലിക്കേണ്ടതായ കാര്യങ്ങളിൽ ഉണ്ടായ പോരായ്മ, ആ പോരായ്മയെ മറച്ചു വെച്ചിട്ടാണ് ഇവരിങ്ങനെ നിരന്തരമായ കുറെ കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കാര്യമില്ല. പുതുയുഗ യാത്രയിൽ പ്രതിപക്ഷത്തിന്റെ യൂത്ത് കോൺഗ്രസിന്റെ സമരത്തിന്റെ പ്രതിഷേധത്തിന്റെ ഭാഗമായി പുതുയുഗ യാത്രയിലേക്ക് അപ്പോൾ എവിടെയാണ് ഈ വിഷയത്തെ, എവിടേക്കാണ് അവർ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്നത്? ഞങ്ങൾ ഉന്നയിച്ചത് ആരോഗ്യവകുപ്പിന്റെ ഭരണപരമായ പരാജയത്തെ സംബന്ധിച്ചിട്ടാണ്, ആരോഗ്യവകുപ്പിന്റെ മന്ത്രിയുടെ പോരായ്മയെ സംബന്ധിച്ചിട്ടാണ്. ഇതിനോടകം ഇവരിങ്ങനെ റിപ്പോർട്ടുകളായി വാങ്ങിക്കെട്ടി വെച്ചിട്ടുള്ള ആ റിപ്പോർട്ടുകൾ ഒന്നിച്ച് കൂട്ടിക്കെട്ടി ഇറക്കിയാൽ ഒരു 5000 പേജുള്ള പുസ്തകം ഇറക്കാൻ വേണ്ടി സാധിക്കും. അത്രത്തോളമുണ്ട് ഈ ആരോഗ്യവകുപ്പിന്റെ ഭരണപരമായ പോരായ്മകൾ. അത് ശ്രീ എം പ്രകാശൻ തിരിച്ചറിയണം എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ശരി, ശ്രീ എം പ്രകാശൻ, ഈ പാവപ്പെട്ട രോഗികൾ, അവരുടെ പ്രശ്നങ്ങൾ, അവർ അനുഭവിക്കുന്ന പ്രതികരണം, ഇതൊക്കെ നമ്മൾ അവരുടേതായി കേൾക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് വേണ്ടി ശബ്ദിക്കാനും ആളുകൾ വേണമല്ലോ. ഡിവൈഎഫ്ഐ ഡോക്ടർ ലളിതാമ്മയുടെ വീട്ടിലേക്ക് പ്രതിഷേധം നടത്തി. പക്ഷെ ആരോഗ്യ വകുപ്പിന്റെ വീഴ്ചയിൽ ആ ചോദ്യം സാധാരണഗതിയിൽ നിങ്ങളാണ് പ്രതിപക്ഷത്തിരിക്കുന്നതെങ്കിൽ നിങ്ങളും ചോദിക്കും. ആ ചോദ്യം ചോദിക്കുമ്പോൾ വെല്ലുവിളിയുടെ സ്വഭാവത്തിൽ ഒരു മന്ത്രി സംസാരിക്കുന്നത് എത്രത്തോളം ഭൂഷണമാണ് ശ്രീ എം പ്രകാശൻ? പാർട്ടി തിരുത്തിക്കേണ്ട വിഷയമല്ലേ അത്? ചെയ്തുകൊണ്ടിരിക്കുന്നത് ആരോഗ്യരംഗത്ത് ആരും മരിക്കില്ല, ആയിരക്കണക്കിന് ആളുകൾ രക്ഷപ്പെടുന്നുണ്ടല്ലോ. ഇവിടെ ഇപ്പോൾ 40 ലക്ഷം റുപ്യ കൊടുക്കണം കരൾ മാറ്റി വെക്കാൻ. കേരളത്തിൽ സൗജന്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധാരണക്കാർക്ക് 1 കോടി റുപ്യയാണ് ഹൃദയം മാറ്റി വെക്കാൻ. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ജില്ലാ ആശുപത്രി ഹൃദയം മാറ്റി വെച്ചത് ഈ കേരളത്തിലാണ്. ഒരു കൊല്ലം ഞാൻ പറഞ്ഞല്ലോ, ഒരു മെഡിക്കൽ കോളേജിൽ 4000 ശസ്ത്രക്രിയ നടക്കുകയാണ്. പാവങ്ങൾക്കാണ് 10,000-കണക്കിന് ആളുകളെ ഒരു കൊല്ലം രക്ഷിക്കുന്നു. ഇപ്പോൾ നിപ്പയിൽ ലോകത്തെല്ലാം മരിക്കുന്ന 33% ആളുകളാണ്. കേരളത്തിൽ ആരും മരിച്ചിട്ടില്ല. അതുപോലെ അമീബിക്ക് വന്ന മസ്തിഷ്ക ജ്വരം, അതിന് ലോകത്ത് 100 പേർക്ക് വന്നാൽ 97 പേർ മരിക്കും. കേരളത്തിൽ 25 പേരെ മരിക്കുന്നുള്ളൂ. ആ മാറ്റമെല്ലാം ഉണ്ടാക്കിയത് ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാനാണ്. ഇവിടെ ഒരാൾ മരിച്ചത് ന്യായമാണെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ ആ മരിച്ചതിനെ ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായിട്ട്, അതെ, ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു സർക്കാർ ആശുപത്രി ഹൃദയം മാറ്റിവെച്ചത് ആദ്യമായി കേരളത്തിലാണ്. അല്ല, കീഴ് പറ, ആദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ 2015 സെപ്റ്റംബർ 16 കോട്ടയം മെഡിക്കൽ കോളേജ് ആരംഭിച്ചു. സ്മൃതി, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ മലയാളം നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ജില്ലാ ആശുപത്രിയിൽ ഹൃദയം മാറ്റിവെച്ചത് ആദ്യമായി കേരളത്തിലാണ്, ഈ ഗവൺമെന്റിന്റെ കാലത്താണ്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവാത്തത്? ഞാൻ കൃത്യമായിട്ടല്ലേ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ കേരളത്തിൽ ഈ ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന, ഞാൻ പറഞ്ഞല്ലോ, നിപ്പയിൽ ഇവിടെ 33 പേര് മരിക്കുന്നു, 33% മരണം. കേരളത്തിൽ ഒന്നുമില്ല. അതുപോലെ അമീബിക്ക് മസ്തിഷ്ക ജ്വരത്തിൽ 97% മരണം, 25 കേരളത്തിലുള്ളൂ. ആയിരക്കണക്കിന് ആളുകളുടെ ജീവൻ രക്ഷിക്കുന്നു കേരളത്തിൽ.
ഇവിടെ WHO പറഞ്ഞിട്ടുണ്ട് ചികിത്സയുടെ പിഴവിന്റെ ഭാഗമായിട്ട് ശസ്ത്രക്രിയയിൽ തന്നെ 10% പിഴവുണ്ട്. 2% പേർ മരിക്കാൻ അന്യായം. ഒരു കാരണവശാലും മരിക്കാൻ പാടില്ല. പക്ഷേ അതിന് സെൻസിറ്റീവായി എടുത്തിട്ട് അതിപ്പോ ഈ കേരളത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു ഗവർണർ അണുബാധ കൊണ്ട് കേരളത്തിൽ മരിച്ചത്. ഇവിടെ മുഖ്യമന്ത്രി ആന്റണിയാണ്, ശിവദാസനാണ് അന്നത്തെ ആരോഗ്യമന്ത്രി, രാജിവെച്ചു. അവര് കേരളത്തിൽ 325 കുട്ടികൾ നമ്മുടെ ഗവൺമെന്റ് ആശുപത്രിയിൽ അണുബാധ കൊണ്ട് മരിച്ചത് കേരളത്തിലാണ്. UDF അല്ലേ ഗവൺമെന്റ്? അന്ന് ആര് രാജിവെച്ചോ ഈ കേരളത്തില്? അപ്പോ ഞാൻ പറഞ്ഞ യാഥാർത്ഥ്യബോധത്തോടെ കാണണം. കേരളത്തിലെ ആരോഗ്യ രംഗത്തിൽ പിടിമുറുക്കാൻ വൻകിട കോർപ്പറേറ്റുകൾ ശ്രമിക്കുകയാണ്. നിരവധി ഇപ്പോൾ കേരളത്തിലുള്ള മിക്കവാറും പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളെല്ലാം തിരുവനന്തപുരത്തെ കിംസ് 3800 കോടി റുപ്യാണ് ഈ ബ്ലാക്ക് സ്റ്റോൺ എന്ന് പറയുന്ന കമ്പനി ഇറക്കിയിരിക്കുന്നത്. കിംസ് ആശുപത്രിയുടെ 85% ഓഹരി അവർക്ക് കിട്ടി. മലപ്പുറം കോട്ടക്കൽ ആസ്റ്റർ മിംസ് 1900 കോടി റുപ്യാണ് ഈ കമ്പനി നിക്ഷേപിച്ചത്. കോഴിക്കോട് ബേബി മെമ്മോറിയൽ 70% അമേരിക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന KKR കമ്പനി എടുത്തിരിക്കുക. അപ്പോ ലോകത്തിന് നാനാമേഖലയിൽ നിന്ന് കേരളത്തിലെ സ്വകാര്യ ആശുപത്രികളിലേക്ക് ബഹുരാഷ്ട്ര കുത്തക കമ്പനികൾ വരികയാണ്. അവരുടെ കയ്യിൽ ആരോഗ്യരംഗം അവരുകയാണ്. ഞാൻ പറഞ്ഞ കാര്യം ഒറ്റേ ഉള്ളൂ. ഇന്ന് കേരളത്തിലെ സാധാരണക്കാർക്ക് ആശ്രയം ഈ പറയുന്ന എന്തെല്ലാം ദൗർബല്യങ്ങളുണ്ടെങ്കിലും കേരളത്തിലെ പൊതു ആരോഗ്യ മേഖലയാണ്. അത് ഒരുപാട് മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. അവർ പറയുകയാണ് ഞങ്ങൾക്ക് മെഡിക്കൽ കോളേജിൽ പോകാൻ ഭയമാണെന്ന അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ പറയുകയാണ്. അങ്ങി പറയുന്ന സ്വകാര്യ ആശുപത്രികളിലേക്ക് പോകാൻ കഴിവുള്ളവരല്ല ഈ രോഗികളൊന്നും തന്നെ. അങ്ങി പറയുന്ന വമ്പൻ ഭീമന്മാർ വന്ന് പണം മുടക്കുന്ന ആശുപത്രിയിലേക്ക് പോകാൻ കഴിവുള്ളവരല്ല ശ്രീ എം പ്രകാശൻ ഈ രോഗികൾ. സ്മൃതിക്ക് പരിചയമുള്ള ഏതെങ്കിലും UDF-കാരൻ പറഞ്ഞു എന്ന് എനിക്കറിയില്ല. പക്ഷേ 2016 LDF-ന്റെ ഗവൺമെന്റ് വരുന്നുള്ള കാലത്തില് 10 ഇരട്ടി ആളുകളാണ് ഇപ്പോൾ ഗവൺമെന്റ് ആശുപത്രിയിൽ പോകുന്നത്. നിങ്ങൾക്ക് പരിചയമുള്ള ഒരാൾ പോകില്ല എന്ന് പറഞ്ഞത് എനിക്കറിയില്ല. 10 ഇരട്ടിയാണ്. ഞാൻ പറഞ്ഞല്ലോ 800 ചില്ലറ കോടിയാണ്. ഈ അനുഭവസ്ഥരുടെ പ്രതികരണമാണ് പറയുന്നത് ശ്രീ എം പ്രകാശൻ. ഈ ദിവസങ്ങളിലുള്ള അനുഭവസ്ഥരുടെ പ്രതികരണമാണ്. നമുക്ക് ഒരു കൈ നഷ്ടപ്പെട്ട ഒരു 9 വയസ്സുകാരി നമ്മുടെ മുന്നിലുണ്ടല്ലോ. ഒരു കൈ നഷ്ടപ്പെട്ട ഒരു 9 വയസ്സുകാരി നമ്മുടെ മുന്നിലുണ്ടല്ലോ. വീണ് കൈ ഒടിഞ്ഞിട്ടേ ഉള്ളൂ. എങ്ങനെയാണ് കൈ മുറിച്ചു മാറ്റേണ്ടി വന്നത്? ആയിരക്കണക്കിന് കൈകൾ രക്ഷപ്പെട്ടത് നമ്മുടെ മുമ്പിലുണ്ടല്ലോ. എങ്ങനെയാണ് ഇങ്ങനെ പറയാൻ പറ്റുന്നത്? 9 വയസ്സിലൊരു കുഞ്ഞാണ് ശ്രീ എം പ്രകാശൻ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മാർക്സിസ്റ്റ് വിരുദ്ധ ജ്വരം മനസ്സിലുള്ളത് കൊണ്ട് ഇരിക്കട്ടെ, പറഞ്ഞ് ജനം കേൾക്കുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് മനസ്സിലാവില്ല. കാരണം നിങ്ങളുടെ മനസ്സിനകത്ത് മാർക്സിസ്റ്റ് വിരുദ്ധ ജ്വരമാണ്. ഞങ്ങളെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഇതെന്ത് മാർക്സിസ്റ്റ് നിലപാടാണ്? മനുഷ്യത്വ വിരുദ്ധമാണോ മാർക്സിസ്റ്റ് നിലപാട്? നിങ്ങൾക്കുള്ള പ്രശ്നം മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് നിലപാട് എന്നത് മനുഷ്യത്വ വിരുദ്ധമാണോ? മനുഷ്യത്വമില്ലാതെയാണോ ഇങ്ങനെ പ്രതികരിക്കുക? ഒരു കുഞ്ഞിന്റെ കൈ പോയതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ എത്ര പേർക്ക് കൈ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ കൈ കൂട്ടിച്ചേർത്തിട്ടുണ്ട് പ്രതികരണം? തികച്ചും മോശം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞത് നിങ്ങൾ ഈ സംഭവങ്ങളൊന്നും ഞങ്ങൾക്ക് ഒരു കാരണവശാലും ഇതിനോടൊന്നും ഇത് തെറ്റാണെന്ന് നിങ്ങൾക്ക് അഭിപ്രായമില്ല. വളരെ അന്യായമാണ്. ഒരു കുട്ടിയുടെ കൈ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ ജീവിതമാകെ നഷ്ടപ്പെടുകയാണ്. അതുപോലെ ഒരു മനുഷ്യന് പറയുന്ന പോലെ വയറ്റിനകത്ത് കത്രിക ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ എത്രമാത്രം പ്രയാസകരാണ്. അതൊന്നും ഞങ്ങൾ അക്കാര്യങ്ങളിൽ കാണുന്നവരാണ്. പക്ഷെ അതിനെ ചൂണ്ടിക്കാണിച്ച് ആരോഗ്യരംഗത്തെ ജനറലൈസ് ചെയ്യരുത്. ഒരാൾക്കുണ്ടായ സംഭവം, ഒരാൾ മരിച്ചുപോയി. ഇപ്പൊ ഒരാൾക്ക് 6 വിരലുണ്ട്, ഒരു കൈക്ക് 6 വിരലാണ് എല്ലാവർക്കും. അങ്ങനെ പറയാം, അത് എക്സംഷൻ അല്ലേ? ഒരാൾ മരിച്ചുപോയി, തികച്ചും തെറ്റാണ്. ഒരു കെട്ടിടം വീണ് ഒരു സ്ത്രീ മരിച്ചു, തികച്ചും ശരി. അപ്പോൾ ഈ പറയുന്ന ഒരു 6 പേർ ആശുപത്രിയിലേക്ക് വരുമ്പോൾ 6-ൽ 1 ഞാൻ എന്ന് ആശങ്കപ്പെട്ടിട്ടാണോ വരേണ്ടത്? ഒരാൾ മരിച്ചു പോകുമല്ലോ. അല്ല, നിങ്ങള് കേരളത്തിലെ സ്വകാര്യ ആശുപത്രിയിൽ പോകാൻ കഴിവുള്ളവരെ പറ്റിയല്ലോ നമ്മുടെ ചർച്ച. നമ്മൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ വീഴ്ചയെ കുറിച്ചല്ലേ സംസാരിക്കുന്നത് ശ്രീ പ്രകാശൻ. അവരെ പറ്റി പറയില്ല. നിങ്ങളുടെ ഉദ്ദേശം അവിടേക്ക് ആളുകൾ എത്തിക്കലാണ്. അതുകൊണ്ട് ഒരു സ്വകാര്യ പോകാൻ പറ്റുന്ന രോഗികളല്ല ശ്രീ പ്രകാശൻ. എനിക്കറിയില്ല, റിപ്പോർട്ടർ അവിടേക്ക് പോകാൻ പറ്റുന്ന രോഗികളെ കുറിച്ചല്ലോ നമ്മൾ സംസാരിക്കുന്നത്. ഞാൻ പറയുന്നത് നിങ്ങൾ ഞാൻ പറഞ്ഞതിന് മറുപടി പറയും. കേരളത്തിലെ നിങ്ങൾ ജനങ്ങളുടെ ആരോഗ്യമാണ് പ്രശ്നമെങ്കിൽ ഒരുപാട് ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ട് മരിച്ചുപോയ നിരവധി കേസുകൾ എനിക്കറിയാം. ഒരൊറ്റ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യില്ല. എന്താ റിപ്പോർട്ട് ചെയ്യാത്തത്? ഞങ്ങൾക്ക് വരുന്ന റിപ്പോർട്ടുകൾ ഞങ്ങൾ ആശുപത്രിയുടെ പേരടക്കം കൊടുത്തിട്ടുണ്ട് ശ്രീ എം പ്രകാശൻ. മറ്റ് സ്വകാര്യ ചാനലുകളുടെ കാര്യം എനിക്കറിയില്ല. ഞങ്ങൾ ഇവിടെ ആശുപത്രിയുടെ പേരടക്കം വെച്ചിട്ട് വാർത്തകൾ കൊടുത്തിട്ടുണ്ട്. അതങ്ങനെ പറയാൻ പറ്റില്ല. റിപ്പോർട്ടർ TV അങ്ങനെ പറയാൻ പറ്റില്ല. ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് ഇപ്പോൾ സംഭവിച്ച മെഡിക്കൽ കോളേജിലെ വീഴ്ചയാകുമ്പോൾ ഉടനെ സ്വകാര്യ ആശുപത്രികളിലേക്ക് പോകും എന്ന് പറയുമ്പോൾ നോക്കൂ, ഈ 5 വർഷത്തിനിടയിൽ 1306 ക്ലിനിക്കുകളും 444 ചെറിയ ആശുപത്രികളും അടച്ചുപൂട്ടിയെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം ആർക്കാണ് ശ്രീ എം പ്രകാശൻ? സാധാരണക്കാർ പോകുന്നതാണ്. കാരണം അവിടെയെല്ലാം ജനങ്ങൾക്ക് ചികിത്സിക്കാനാവുന്ന PSC-കളും
താലൂക്ക് ആശുപത്രിയും അതുപോലെ ജില്ലാ ആശുപത്രിയും മെച്ചപ്പെട്ടു. എന്നെ കേൾക്കുന്ന ആൾ പറയട്ടെ, അവരുടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ആശുപത്രി മെച്ചപ്പെട്ടില്ല എന്ന് പറയട്ടെ. അത് ശരി, ഗവൺമെന്റ് ആശുപത്രി മെച്ചപ്പെട്ടപ്പോഴാണ് ഈ ക്ലിനിക്കുകളും ചെറിയ ആശുപത്രികൾ അടച്ചുപൂട്ടിയതാണ് അങ്ങ് പറയുന്നത്. നിങ്ങൾ ഞാനിപ്പോ എന്നെ കേൾക്കുന്ന ആളുകൾ, നിങ്ങളോടല്ല, എന്നെ കേൾക്കുന്ന ഏത് മനുഷ്യനും പറയട്ടെ, അവരവന്റെ അടുത്തുള്ള PSCയോ താലൂക്ക് ആശുപത്രിയോ ജില്ലാ ആശുപത്രിയോ മെഡിക്കൽ കോളേജോ ഈ കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് മെച്ചപ്പെട്ടില്ല എന്ന് ഒരൊറ്റ UDF കാരൻ, ഒരൊറ്റ BJP കാരൻ പറയട്ടെ, ധൈര്യം ഉണ്ടെങ്കിൽ. ആശുപത്രി PSC അടക്കം മെച്ചപ്പെടാത്ത മെച്ചപ്പെടുന്നെങ്കിൽ നല്ല കാര്യം. ശ്രീ എം പ്രകാശൻ മെച്ചപ്പെടണമെന്നാണല്ലോ നമ്മൾ ആഗ്രഹിക്കുന്നത്. ശ്രീ എം പ്രകാശൻ, മെച്ചപ്പെടാത്ത സാഹചര്യത്തെ കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. തിരുത്തേണ്ട സാഹചര്യത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലൊരു പിഴവുമില്ല എന്ന് പറഞ്ഞ് മൂടി വെക്കാൻ പറ്റില്ല ശ്രീ എം പ്രകാശൻ. ഉള്ളത് തന്നെയാണ് പറഞ്ഞത്. രോഗികളാണ്, രാഷ്ട്രീയക്കാരല്ല, പ്രതിപക്ഷമല്ല, അനുഭവസ്ഥരാണ് പറഞ്ഞത്. പിഴവില്ലാത്തതുകൊണ്ടാണ് എല്ലാ സ്മൃതി പിഴവില്ലാത്തതുകൊണ്ടാണ് ഡോക്ടർ സസ്പെൻഡ് ചെയ്തത്, നേഴ്സിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്, അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആ സ്ത്രീക്ക് ഓപ്പറേഷൻ പിഴവില്ലാത്തതുകൊണ്ടാണോ? പിഴവാണ് എന്ന് മന്ത്രി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് കേൾക്കൂല, നിങ്ങൾ അപ്പോ ബധിരകരണമാണ്. പിഴവില്ലെന്നല്ലല്ലോ മന്ത്രി പറഞ്ഞു, ആരോഗ്യമന്ത്രി പറഞ്ഞത്. വലിയ പിഴവാണ്. 50 കൊല്ലം വയറ്റിൽ കിടന്നാലും പിന്നെ ശരിയാവും, ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞത് പിഴവാണെന്നല്ലേ മന്ത്രി പറഞ്ഞത്? ശരി, ഈ പറയുന്ന ഉഷയുടെ കാര്യം മാത്രമല്ല സംഭവിക്കുന്നതെന്നുള്ളിടത്താണ്, തുടർച്ചയായി പലതും സംഭവിക്കുന്നിടത്താണല്ലോ ഈ ചർച്ച വരുന്നത്. അതുകൊണ്ടാണല്ലോ ഈ വലിയ പ്രതിഷേധവും വരുന്നത്. ശ്രീ പ്രകാശൻ, ഞാൻ പറഞ്ഞല്ലോ, ലോകാരോഗ്യ സംഘടന പറഞ്ഞിട്ടുണ്ട് 10,000 പേര് രക്ഷപ്പെടുത്തുമ്പോ 2 പേര് മരിക്കും. ലോകാരോഗ്യ സംഘടന അത് മാത്രമാണ് പറഞ്ഞത്. ലോകാരോഗ്യ സംഘടന അത് മാത്രമാണ് പറഞ്ഞത്. ഡോക്ടർ അബ്ദുൽ ബാസിദ് ഇപ്പോൾ പറഞ്ഞല്ലോ, ലോകാരോഗ്യ സംഘടനയുടെ നിലവാരത്തിലുള്ള കാര്യങ്ങളാണോ ഇപ്പോൾ നമ്മുടെ മെഡിക്കൽ കോളേജുകൾ നടക്കുന്നത്? മരണത്തിന്റെ കണക്കിൽ മാത്രം ലോകാരോഗ്യ സംഘടന എങ്ങനെയാണ് വരുന്നത്? ശ്രീ എം പ്രകാശൻ, അത് 1961 ഉണ്ടല്ലോ. 61 ആദ്യം വന്ന ഗവൺമെന്റ് അല്ലല്ലോ പിണറായി ഗവൺമെന്റ്. ഈ പറഞ്ഞ കോൺഗ്രസിന്റെ ഗവൺമെന്റ് ഉണ്ടായിരുന്നല്ലോ കുറെ. ഏറ്റവും ഭരിച്ച കോൺഗ്രസ് അല്ലേ? നിങ്ങൾ ചർച്ച ചെയ്യുന്നില്ല. നിങ്ങളെ തെരഞ്ഞെടുക്കുന്നത് അവർക്കുണ്ടായ പിഴവുകൊണ്ടാണല്ലോ. നിങ്ങളെ തെരഞ്ഞെടുക്കുന്നത്, നിങ്ങളെ തെരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു എന്ന ചോദ്യം നിങ്ങളോടാണ് വരിക. ഞാൻ പറഞ്ഞല്ലോ 10,000 പോസ്റ്റ് ഉണ്ടാക്കി. ഈ ഗവൺമെന്റ് കാലത്ത് 10,000 പോസ്റ്റുകൾ ഉണ്ടാക്കി. 8,000 പുറമെ 8,000 പോസ്റ്റുകൾ വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കി. ഈ മെഡിക്കൽ എഡ്യൂക്കേഷൻ സമരം ചെയ്യുകയാണോ? ഡോക്ടർ പറഞ്ഞു KGMC 6 ദിവസമായി നടത്തുന്ന സമരം വെറുതെയുള്ള സമരമാണോ? വെറുതെയുള്ള സമരമാണോ? അതൊന്നും നിങ്ങൾക്ക് എന്നെ കൊണ്ട് പറയിക്കാനാവില്ല. ഈ സമരം വെറുതെ പറഞ്ഞിരിക്കുന്നതെല്ലാം തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ LDFന്റെ ഗവൺമെന്റ് പിന്നിട്ട് പോയ 10 കൊല്ലക്കാലം 10,000-ലേറെ പുതിയ പോസ്റ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. 8,000-ഓളം മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്ത് പോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് മതിയോ? പോരാ. 375 പോസ്റ്റുകളെ കുറിച്ചാണ് ഇപ്പോൾ ഡോക്ടർ അബ്ദുൽ ബാസിദ് ആവശ്യപ്പെട്ടത്. 375 പോസ്റ്റുകൾ, അത് നടന്നിട്ടില്ല എന്നാണ് ഇപ്പോൾ അബ്ദുൽ ബാസിദ് പറഞ്ഞത്. അങ്ങും കേട്ടതല്ലേ? അതവർ ഗവൺമെന്റുകാർ ചർച്ച ചെയ്യല്ലേ? ചെയ്തോട്ടെ. അന്ന് ഞാനിപ്പോ അതിന് എതിർക്കാൻ ഞാനില്ല. പക്ഷേ എത്ര തവണ സൂചനാ പണിമുടക്ക് നടത്തി? അതിനുശേഷമാണ് ഇപ്പോൾ OP ബഹിഷ്കരിച്ച സമരത്തിലേക്ക് കടന്നിരിക്കുന്നത്. സമരം നിർത്തിയിട്ട് ചർച്ചയ്ക്ക് വന്നാൽ മതി, അല്ലാതെ ചർച്ചയില്ല എന്ന വെല്ലുവിളിയുടെ ഭാഷയിൽ മറുപടിയും അങ്ങോട്ട് പോയിട്ടുണ്ട്. ഞാൻ അവരുടെ നിങ്ങൾക്ക് അതെല്ലാം സ്ഥാപിക്കാനുണ്ട്. ഇപ്പോൾ ഒരു വിഭാഗത്തോട് ചർച്ച നടത്തിയിട്ട് അവർ സമരം പിൻവലിച്ചല്ലോ മിനിഞ്ഞാന്ന് ഒരു സെറ്റ് സമരം നിങ്ങൾ കണ്ടില്ലേ? ആരോഗ്യമന്ത്രി ചർച്ച നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ആരോഗ്യമന്ത്രി പറഞ്ഞാൽ അത് കേൾക്കൂല. ആരോഗ്യമന്ത്രി എന്തെങ്കിലും കുറ്റം പറയാനുണ്ടോ അതെല്ലാം കേൾക്കും. ഇത് ഒരു സ്വതന്ത്ര മാധ്യമത്തിന് ഭൂഷണമല്ല എന്ന് ഞാൻ പറയുന്നുള്ളൂ. റിപ്പോർട്ടർ ഒരു പാർട്ടി ചാനലൊന്നുമല്ല, ഒരു സ്വതന്ത്ര മാധ്യമമാണ്. സ്വതന്ത്ര മാധ്യമം സ്വതന്ത്രമായി കാണണം. പ്രതിപക്ഷത്തിന്റെയും ഭരണപക്ഷത്തിന്റെയും തെറ്റുകൾ ഒരുപോലെ പറയണം, ചർച്ച ചെയ്യണം. നിർഭാഗ്യവശാൽ നിങ്ങൾക്ക് ക്ഷീരമുള്ളവർ അകിടും ചുവട്ടിലും എന്ന് പറഞ്ഞ പോലെ ഭരിക്കുന്നവരെ തിരുത്തലാണ് മാധ്യമധർമ്മം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാതെ ഭരിക്കുന്നവർക്ക് വേണ്ടി വാഴ്ത്തുപാട്ടല്ല മാധ്യമധർമ്മം. ശ്രീ എം പ്രകാശൻ, അത് കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട വിഷയമാകുമ്പോൾ നിങ്ങളും അതിനോട് യോജിക്കും. പക്ഷേ സംസ്ഥാനത്തേക്ക് വരുമ്പോൾ ഒരു ചുക്കും അറിയില്ല. മനസ്സിലായില്ല? ഒരു ചുക്കും നിങ്ങൾ പറയില്ല. ഏത് ചുക്കും അറിയില്ല? കേന്ദ്ര ഗവൺമെന്റിനെ പറ്റി ഒരു ചുക്കും അറിയില്ല. എത്ര ചർച്ചകൾ കേരളം കേൾക്കുന്നുണ്ടല്ലോ. എത്ര ചർച്ചകൾ? കേരളത്തോട് ഇത്ര കടുത്ത അന്യായം കാണിച്ചിട്ട് എന്ത് ചർച്ച നടത്തുന്നത്? എത്ര ചർച്ച നടത്തിയിട്ടുണ്ട്? കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടി LDF അവരാണല്ലോ ശത്രുപക്ഷത്ത്. ഞാനും നിങ്ങളുടെ ചർച്ചയിൽ പങ്കെടുക്കുന്നതാണെന്ന്, ഞാനും നിങ്ങളുടെ ചർച്ചയിൽ സ്ഥിരമായി പങ്കെടുക്കുന്നതാണല്ലോ. കേന്ദ്രത്തിനെതിരായിട്ട് സമരം നടത്തുന്ന ചർച്ചയിൽ നിങ്ങൾ UDFന്റെ 2 ആളെ വെക്കും, അതിന് ഞങ്ങളൊരാളെ വെക്കും. അതിന് ഈ പറയുന്ന കേന്ദ്രം ചെയ്യുന്നത് ശരിയെന്ന് സ്ഥാപിക്കാൻ കോൺഗ്രസ്, അതുപോലെ തന്നെ BJP, പിന്നെ മറുപടി ഞാൻ. ഇങ്ങനല്ലേ? അപ്പൊ അതൊക്കെ മലയാളിക്ക് അറിയാം കേട്ടോ.
ഇതൊക്കെ കൃത്യമായിട്ട് ചിന്തിക്കുന്ന മലയാളി മനസ്സിലാക്കും. കേരളത്തിൽ ആരോഗ്യരംഗത്തിൽ ഒരു പോരായ്മയില്ല എന്നൊന്നും പറയാൻ ഞാനാളല്ല. പക്ഷേ ആരോഗ്യരംഗം ഇതുപോലെ മെച്ചപ്പെട്ട മറ്റൊരു കാലം കേരള ചരിത്രത്തിലുണ്ടായിട്ടില്ല. 50 അവാർഡുകൾ കിട്ടിയിരിക്കുന്നു ആരോഗ്യരംഗത്തിന്. ഒരുപാട് പുതിയ സംവിധാനങ്ങൾ ആരംഭിച്ചിരിക്കുന്നു കേരളത്തിൽ. അതെല്ലാം സാധാരണ പൊതു ആരോഗ്യരംഗം ഒരുപാട് പറയേണ്ട സമയം 10 വർഷത്തെ വല്ലാതെ മെച്ചപ്പെട്ട ആരോഗ്യരംഗത്തെ കുറിച്ച് അദ്ദേഹം വാചാലനാവുകയാണ്. പിഴവുകൾ, ഗുരുതരമായ പിഴവുകൾ, രോഗികളുടെ കരച്ചിൽ, അവരുടെ പ്രതികരണങ്ങൾ, അവരുടെ നിസ്സഹായത, ഇത് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അവരുടെ പ്രതികരണങ്ങൾ കാണിക്കുമ്പോൾ നേട്ടപ്പട്ടിക എടുത്ത് വായിക്കലാണോ മറുപടി? നേട്ടം പറയേണ്ട സമയത്ത് പറയാം. നേട്ടങ്ങളില്ല എന്ന് ആരും പറഞ്ഞിട്ടുമില്ല. ഈ തരത്തിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ ധാരാളം കാര്യങ്ങൾ ആരോഗ്യരംഗത്ത് ഉണ്ടായിട്ടുണ്ടെന്നുള്ള ധാരാളം വികസന പരിപാടികൾ ഉണ്ടായിട്ടുള്ള കാര്യമൊക്കെ ശരിയാണ്. പക്ഷേ ഇപ്പോൾ നമ്മളുടെ മുമ്പിലുള്ള എന്താണ്? ഇവിടെ ഒരു ശസ്ത്രക്രിയാ ഉപകരണം 10 വർഷക്കാലം ഒരു സ്ത്രീയുടെ ശരീരത്തിൽ ഉണ്ടായിരിക്കുന്നു. അവർ കുറേ കാലമായിട്ട് ഇതിനു വേണ്ടി പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രതികരണം പോലും ഇത് സംഗതി ഇതാണ് എന്ന് അറിഞ്ഞിട്ട് എക്സ്റേയിലൂടെ ഇങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ട് എന്ന് അറിഞ്ഞപ്പോൾ അത് മൂടി വെക്കാനുള്ള ശ്രമമാണ് അവിടെ നടന്നിട്ടുള്ളത്. ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണ്. അത് UDFൻ്റെ കാലത്താണോ LDFൻ്റെ കാലത്താണോ എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമേ അല്ല. വികസനം ഉണ്ടാവാനാണല്ലോ ഇവിടെ സർക്കാരുകൾ ഉണ്ടാവുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ലളിതാംബിക പറഞ്ഞ പോലെ ഇതൊക്കെ 10 വർഷം അല്ല 50 വർഷക്കാലം ശരീരത്തിലുണ്ടായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അതിനെ ന്യായീകരിക്കുകയോ അല്ലെങ്കിൽ ലോകാരോഗ്യ സംഘടനയുടെ ക്രൈറ്റീരിയ അനുസരിച്ച് അന്താരാഷ്ട്ര മാനദണ്ഡം അനുസരിച്ച് ഇത്രയൊക്കെ ശതമാനം വീഴ്ചയുണ്ട്, അതാണ് ഇവിടെ നടന്നെങ്കിൽ നമ്മൾ പിന്നെ ഈ ചർച്ച ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഇവിടെ ഓരോ പ്രശ്നം വരുമ്പോഴും പരിഹരിക്കണം, അതാണ് വേണ്ടത്. അത് UDF ആണോ LDF ആണോ എന്ന് വിചാരിച്ചല്ല ഞാനിവിടെ സംസാരിക്കുന്നത്. ഇവിടെ ഏത് സർക്കാരിൻ്റെ കാലത്തായാലും ഇങ്ങനെ പ്രശ്നം ഉണ്ടാകുന്നു. കോഴിക്കോട്ടെ ഹർഷിതയുടെ കാര്യത്തിലുണ്ടായ പ്രശ്നം അന്നേ തന്നെ ഇതിനൊരു കറക്റ്റീവ് മെഷർ എന്തെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ സ്വാഭാവികമായിട്ട് പരിഹരിക്കാമായിരുന്നു. അതുണ്ടാവില്ല. അതിന് പകരം ഇത് തുടർച്ചയായിട്ട് പോകുന്നു. ഡോക്ടർമാരുടെ അഭാവത്തെക്കുറിച്ച് ഇപ്പോൾ ബാസിദ് ഇവിടെ പറഞ്ഞല്ലോ. ഇപ്പം ഇത്തരം കുറേ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ എന്തുകൊണ്ട് പരിഹരിക്കപ്പെടുന്നില്ല? ഞാൻ നേരത്തെ പറഞ്ഞ കരുണാകരൻ്റെ കാര്യം. കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്താണ് ഒരു കാലത്ത് ആരോഗ്യമന്ത്രിയായിരുന്ന ഷൺമുഖാസിന് പരിക്ക് പറ്റിയ സമയത്ത് ഉണ്ടായി. അവിടെ ഒരു സൗകര്യവും കോഴിക്കോട് മെഡിക്കൽ കോളേജിലില്ല. സ്കാൻ ചെയ്യാൻ പോലും പറ്റാത്തൊരവസ്ഥയിലാണ്. അന്ന് ഇത് മെഡിക്കൽ കോളേജുകൾ റഫറൽ ഹോസ്പിറ്റലുകളാക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ ഡോക്ടർ ബാസിദ് പറഞ്ഞ പോലെ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ പോയി നോക്കിയാലും ആ വരാന്തയിൽ ഓർത്തോ വിഭാഗത്തിലും മറ്റും ഒരു 100 ആളുകളെങ്കിലും കിടക്കുന്നത് കാണാം. എങ്ങനെ? ഒരിക്കൽ പോലും ഉണ്ടാവാൻ പാടില്ലല്ലോ. അവിടെ ഉള്ളത്ര ഏറ്റവും പ്രധാനപ്പെട്ട രോഗികളെ, ഏറ്റവും പ്രധാനമായിട്ട് ചികിത്സിക്കേണ്ട രോഗികൾ മാത്രം എത്തേണ്ട സ്ഥലമാണ്. അതിന് പെരിഫറൽ ഹോസ്പിറ്റലുകൾ ഗംഭീരമായിട്ട് വളർത്തണം, അതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാവണം, അവിടെ ഡോക്ടർമാരുണ്ടാവണം. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സംവിധാനത്തിൻ്റെ കറക്ഷൻ, ആ കറക്ഷനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. UDF ചെയ്തോ LDF ചെയ്തോ അല്ലെ ഇത്രയും കാലം ചെയ്ത കാര്യങ്ങൾ മികച്ചതാണോ അല്ലയോ എന്നുള്ളത് മികച്ചതാണ്, ആയിരിക്കാം, അതിനൊന്നും ഒരു സംശയവുമില്ല. പക്ഷേ ഇപ്പോഴത്തെ ഇത്തരം പ്രശ്നങ്ങൾ വീഴ്ച സംഭവിക്കുമ്പോൾ നേരത്തെ തന്നെ പറഞ്ഞു, ഒരു വീഴ്ച സംഭവിച്ചാൽ അതിൻ്റെ റൂട്ട് കോസ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് പരിഹരിക്കണം. ഡോക്ടറെ സസ്പെൻഡ് ചെയ്തുകൊണ്ടോ മറ്റു കാര്യമല്ലേ. ഒരു പക്ഷേ ഇതിൽ തന്നെ പറയുന്ന പോലെ എന്നാണോ ഏത് ഘട്ടത്തിലാണ് ഈ ശസ്ത്രക്രിയാ ഉപകരണം ഈ സ്ത്രീയുടെ ശരീരത്തിൽ എത്തിയെന്ന് പറയാൻ ഒരിക്കലും പറ്റില്ല. 2 ശസ്ത്രക്രിയയെക്കുറിച്ച് ഡോക്ടർമാർ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഡോക്ടറെ കുറ്റം പറഞ്ഞാൽ ആ ഡോക്ടർ ബോധപൂർവ്വം വെച്ചത് മാറ്റിയല്ല. അപ്പോൾ സിസ്റ്റത്തിലുണ്ടാവുന്ന തകരാറ് എന്തുകൊണ്ടാണ്? ഇപ്പം ഒരു സർജറി നടത്തുമ്പോൾ ആവശ്യമായ ഉപകരണങ്ങൾ എടുക്കുന്നതിൻ്റെ കൃത്യമായ കണക്ക് അവിടെ രേഖപ്പെടുത്തണമല്ലോ. അത് തിരിച്ച് കിട്ടിയിട്ടില്ല, വീണ്ടും ഇതൊക്കെ ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് വേണമല്ലോ. അവിടെ വരുന്നുണ്ടെങ്കിൽ ഒന്നുമില്ല ആളുകളുടെ കുറവായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ വീഴ്ചയായിരിക്കാം. ഇത്തരം കാര്യങ്ങൾ സിസ്റ്റം കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിപ്പോഴും ഇപ്പോഴത്തെ ചർച്ചയിൽ പോലും അവിടേക്ക് പോകുന്നില്ല. UDFകാർ LDFനെയും LDFകാർ UDFനെയും കുറ്റം പറയുക, അഥവാ നമ്മളെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള ആളുകളെ ഈ തരത്തിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ ആളുകളായിട്ട് പറയല്ല. ഇവിടെ മാറ്റം വേണമെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ചെറിയ ചെറിയ പാളിച്ചകൾ പോലും ഇല്ലാതെ ഫുൾ പ്രൂഫായിട്ടുള്ള ഒരു സ്ഥലമാക്കി മാറ്റാം. അതല്ലാതെ ഈ ലോകത്തിലൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് എന്ന് നമുക്കിവിടെ കുറേ നടന്നുകൊണ്ട് നമ്മുടെ പിഴവുകൾ വേണ്ട ആ ലോക നിലവാരത്തിലേക്ക് എത്തിയില്ലെങ്കിൽ കുറച്ചുകൂടി നടക്കട്ടെ എന്നല്ലല്ലോ നമ്മൾ പറയേണ്ടത്. ആ മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ ഇവിടെ കറക്റ്റായിട്ട് കാര്യങ്ങൾ നടപ്പാക്കാനുള്ള സിസ്റ്റത്തിലെ മാറ്റം ഉണ്ടാക്കണം.
അതിനെന്തായാലും ഒരു കാര്യം പറയാം, സർക്കാരിൻ്റെ ഭാഗത്ത് അതിന് കൃത്യമായിട്ട് നടപടി വേണം. പ്രതിപക്ഷത്തിൻ്റെ കാര്യം പറഞ്ഞത്, പ്രതിപക്ഷം ഇങ്ങനെ റീത്ത് സമരം നടത്തിയതുകൊണ്ട് ഒരു കാര്യമില്ല. അവരുടെ കാലത്തും ഞാൻ 10-40 വർഷമായിട്ട് മാധ്യമപ്രവർത്തനം നടത്തിയിട്ടുള്ള ആളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ കാലത്തൊക്കെ ഉണ്ടായിരുന്ന ആരോഗ്യമന്ത്രിമാരുടെ പലരുടെയും കഥകളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ അത്ര മെച്ചപ്പെട്ടതൊന്നുമില്ല. അപ്പോൾ ഇത്തരത്തിൽ എങ്ങനെയൊക്കെയാണോ പ്രവർത്തിക്കേണ്ടതെന്നുള്ള കാര്യം പ്രതിപക്ഷത്തിനായാലും പ്രതിപക്ഷത്തിനായാലും ഉണ്ട്. അവർ കൂട്ടായിട്ടാണ് പരിഹാരത്തിലേക്ക് നീങ്ങേണ്ട, അല്ലെങ്കിൽ സമരം നടത്തിയിട്ടോ നിങ്ങളുടെ പ്രതിഷേധം ഇനി ഏത് രൂപത്തിലായി സമരം ചെയ്യുക എന്നുള്ളത് നിഷേധിക്കാനാവില്ല. പ്രതിപക്ഷത്തിന് സമരം ചെയ്യേണ്ടതുണ്ട്. സമരം ചെയ്ത് തന്നെയാണ് എല്ലാവരും മുന്നോട്ട് പോയിട്ടുള്ളത്. പക്ഷേ ആ സമരം ചെയ്യുമ്പോൾ സമര രീതി ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ജനീഷ്, നിങ്ങൾ ഇനി വരുന്ന ദിവസങ്ങളിൽ ഈ വിഷയം എങ്ങനെയാണ് ഏറ്റെടുക്കാൻ പോകുന്നത്? അല്ല, വരും ദിവസങ്ങളിലും യൂത്ത് കോൺഗ്രസിൻ്റെതായ സമരപരിപാടികൾ ഉണ്ടാകും. DM ഓഫീസ് മാർച്ചുകൾ ഉൾപ്പെടെയുള്ള സമരപരിപാടികൾ ഈ സംസ്ഥാനത്തിനകത്ത് മുന്നോട്ട് കൊണ്ടുപോകും. ഇപ്പോൾ DYFI പറയുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ സമരം ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം എന്നുള്ളതാണ്. 10 വർഷക്കാലമായിട്ട് DYFIയുടെ സമരങ്ങൾ കേരളത്തിനകത്ത് ആരും കണ്ടിട്ടുമില്ല. അവരാരും സമരത്തെ തന്നെ മറന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ആരോഗ്യവകുപ്പിൻ്റെ മന്ത്രി പറയുന്നത് സമരക്കാർ വരട്ടെ, എനിക്ക് പാർട്ടിക്കാരുണ്ട്, പോലീസ് വേണ്ട എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ആരോഗ്യവകുപ്പിൻ്റെ മന്ത്രിക്ക് കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പിനെ വിശ്വാസമില്ല. മന്ത്രിക്ക് സ്വാഭാവികമായ സുരക്ഷ ഒരുക്കേണ്ടുന്ന പോലീസിനെയും വിശ്വാസമില്ലാത്തൊരു സാഹചര്യം ഈ സമരത്തിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഇന്നത്തെ സംഭവവികാസങ്ങളുടെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുണ്ട്. നേരത്തെ ശ്രീ M പ്രകാശൻ പറഞ്ഞത് ഏതെങ്കിലും ഒരു UDFകാരനോ മറ്റേതെങ്കിലും പാർട്ടിക്കാരനോ വരട്ടെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ആരോഗ്യ മേഖലയിലെ പോരായ്മകൾ ചൂണ്ടിക്കാണിച്ച്. ഞാൻ പറയുന്നത് അങ്ങയുടെ പാർട്ടിയുടെ നേതാവ് സംസ്ഥാന ക്യാബിനറ്റിൻ്റെ മന്ത്രി കൂടിയായ ശ്രീ സജി ചെറിയാൻ അദ്ദേഹം നടത്തിയ ഒരു പ്രസ്താവനയുണ്ട്. ഞാൻ സർക്കാർ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് വാങ്ങി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി, ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഓർമ്മയായി പോയേനെ. ഇത് പറഞ്ഞത് കേരളത്തിലെ പ്രധാനപ്പെട്ട CPMൻ്റെ നേതാവും മന്ത്രി കൂടിയായ ശ്രീ സജി ചെറിയാനാണ്. ഏറ്റവും ചുരുങ്ങിയ പക്ഷം സജി ചെറിയാനെ പോലെയുള്ള മന്ത്രിമാർക്ക് സർക്കാർ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് വാങ്ങി സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകുന്ന സാഹചര്യം ഒഴിവാക്കാവുന്ന ഒരു വിശ്വാസതയെങ്കിലും നിങ്ങളുടെ ഈ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു ശ്രമം ഉണ്ടാകണം. അങ്ങ് നേരത്തെ ചോദിച്ചു ആരെങ്കിലും ഒരാൾ പറയട്ടെ എന്ന് പറഞ്ഞു. ഞാൻ എണ്ണി കുറച്ച് പേരുകൾ പറഞ്ഞുതരാം. അങ്ങ് ആ കുടുംബത്തോട് പോയിട്ടും സംസാരിക്കുമോ? ഒന്ന് പാലക്കാടിലെ വിനോദിനി എന്ന് പറയുന്ന ആ കൊച്ചുകുട്ടിയുടെ മാതാപിതാക്കളെ കൊണ്ട് പറയിപ്പിക്കുമോ ഈ പറയുന്ന സംവിധാനങ്ങൾക്ക് പിഴവ് പറ്റിയിട്ടില്ല എന്ന്? ഇവിടെ ഉഷ ജോസഫിൻ്റെ കുടുംബാംഗങ്ങളെ കൊണ്ട് പറയിപ്പിക്കാൻ സാധിക്കുമോ പിഴവ് പറ്റിയിട്ടില്ല എന്ന്? ഇവിടെ ഹർഷനയുടെ കുടുംബാംഗങ്ങളെ കൊണ്ട് പറയാൻ സാധിക്കുമോ പിഴവ് പറ്റിയിട്ടില്ല എന്ന്? ബിസ്മീർ വിളപ്പൽശാലയിൽ ചികിത്സ കിട്ടാതെ മരണപ്പെട്ട ബിസ്മീറിൻ്റെ ഭാര്യയെ കൊണ്ട് പറയിപ്പിക്കാൻ സാധിക്കുമോ? ആ ആശുപത്രിയിൽ ആ ശ്വാസം കിട്ടാതെ അയാൾ പിടയുന്ന സമയത്ത് കൂടെ ഉണ്ടായിരുന്ന ഭാര്യയെ കൊണ്ട് പറയിപ്പിക്കാൻ സാധിക്കുമോ? ഈ സംവിധാനങ്ങൾക്കൊന്നും പിഴവില്ല, ഏറ്റവും മികച്ച സംവിധാനങ്ങളായിട്ട് മുന്നോട്ട് പോവുകയാണെന്നുള്ളത്. കോഴിക്കോട് കോട്ടയം മെഡിക്കൽ കോളേജിൽ കൂട്ടിരിപ്പുകാരിയെ വന്ന അമ്മ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കിടന്ന് മരണമടയുമ്പോൾ അവിടെ പത്രസമ്മേളനം നടത്തിയ ആരോഗ്യവകുപ്പിൻ്റെ മന്ത്രിയാണല്ലോ ഇന്ന് കേരളത്തിനകത്തുള്ളത്. ആ കുടുംബത്തെ കൊണ്ട് പറയിപ്പിക്കാൻ സാധിക്കുമോ ഇവിടെ യാതൊരു പിഴവുമില്ല, കെട്ടിടങ്ങളെല്ലാം സുരക്ഷിതമായിരുന്നു, അല്ലെങ്കിൽ സംവിധാനങ്ങളെല്ലാം തന്നെ മികച്ചതായിരുന്നു എന്ന് പറയിപ്പിക്കാൻ വേണ്ടി സാധിക്കൂ? നിങ്ങളിങ്ങനെ ഏതെങ്കിലും ഒരു ചെറിയ കാര്യങ്ങളൊക്കെ PR വർക്കിൻ്റെ ഭാഗമായി പറയുന്നത് പോലെ നേട്ടം കൊയ്യാൻ വേണ്ടി മാത്രം നിൽക്കുകയാണ്. കോട്ടങ്ങളെ സംബന്ധിച്ച് ഉത്തരവാദിത്ത ബോധത്തോടു കൂടി ഏറ്റെടുക്കാൻ തയ്യാറാകുന്നില്ല, കറക്റ്റ് മെഷേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടി തയ്യാറാകുന്നില്ല. സിസ്റ്റം പരാജയമാണെന്ന് ആരോഗ്യവകുപ്പിൻ്റെ മന്ത്രിയാണോ പറയേണ്ടത്? ആരോഗ്യവകുപ്പിൻ്റെ മന്ത്രി അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ മാത്രം മതിയോ? സിസ്റ്റം പരാജയമാണ്, അതുകൊണ്ടാണ് ഈ സംഭവിക്കുന്നതെന്ന്. ആ സിസ്റ്റം ട്യൂൺ ചെയ്യാനുള്ള ഉത്തരവാദിത്തം ആർക്കാണുള്ളത്? അതിന് കറക്റ്റ് മെഷേഴ്സ് എടുക്കാനുള്ള ഉത്തരവാദിത്തം ആർക്കാണുള്ളത്? ആ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിൽ നിങ്ങളുടെ സർക്കാർ പരാജയപ്പെട്ടു. ഇവിടെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്ന് ഉൾപ്പെടെ കൊടുക്കേണ്ടി വന്നൊരു സാഹചര്യം സംസ്ഥാനത്തിനകത്ത് ഉണ്ടായില്ല. അത് തിരിച്ചു വിളിക്കേണ്ടി വന്നൊരു സാഹചര്യം നിങ്ങളുടെ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായില്ലേ? ആരോഗ്യവകുപ്പിൻ്റെ കീഴിലുള്ള ഹോസ്പിറ്റലുകളിലേക്ക് ചികിത്സയ്ക്ക് വേണ്ടി കടന്നു പോകുന്ന ആളുകൾക്ക് മതിയായ ചികിത്സ കിട്ടുന്നുണ്ട് എന്ന് എന്തുറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്തുകൊണ്ടാണ് കേരളത്തിനകത്ത് വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് സ്വകാര്യ കുത്തക കമ്പനികൾ കൊണ്ടുവന്ന് നടപ്പാക്കുന്നത്? അത് നടപ്പാക്കുന്നതിൻ്റെ കാരണം കേരളത്തിനകത്ത് ആരോഗ്യ മേഖലയിൽ വലിയ പോരായ്മകളുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ആരോഗ്യ മേഖലയിൽ ടേക്കേഴ്സ് കൂടുതലുള്ളത് കൊണ്ടാണ്. ചികിത്സ തേടി വരുന്ന ആളുകളുടെ എണ്ണം കൂടുന്നത് കൊണ്ടാണ്. ആ എണ്ണം കൂടുന്നതിനനുസരിച്ച് ഇവിടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് ആളുകൾ കടന്നു പോകുമ്പോഴുണ്ടെന്ന പ്രയാസം തിരിച്ചറിഞ്ഞുകൊണ്ട് ഇവിടെ സർക്കാർ സംവിധാനത്തെ ശക്തിപ്പെടുത്തേണ്ട ഉത്തരവാദിത്തമാണ് സംസ്ഥാന ഗവൺമെന്റിനുള്ളത്. ആ ഉത്തരവാദിത്തം നിറവേറ്റുന്നതിൽ പരാജയപ്പെട്ട ഒരു സർക്കാരാണ് ഇന്ന് കേരളത്തിനകത്തുള്ളത്. അത്തരമൊരു സർക്കാരിനെതിരെ സമരമുണ്ടാകുമ്പോൾ നിങ്ങളുടെ ആരോഗ്യവകുപ്പിന്റെ മന്ത്രി പറയുന്നത് യൂത്ത് കോൺഗ്രസ്സുകാർ കേരളത്തിനകത്ത് എനിക്കെതിരെ അവരുടെ കൊടി പിടിച്ചതിനേക്കാൾ കൂടുതൽ കരിങ്കൊടിയാണ് പിടിച്ചതെന്നുള്ളതാണ്. സ്വാഭാവികമായും കേരളത്തിന്റെ ആരോഗ്യവകുപ്പിന്റെ മന്ത്രി വരും ദിവസങ്ങളിലും കൂടുതൽ കരിങ്കൊടി കാണേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. സർക്കാരിന്റെ പോലീസിന് വിശ്വാസമില്ല, എന്റെ പാർട്ടിക്കാർ എന്നെ സംരക്ഷിച്ചുകൊള്ളും, പാർട്ടി പ്രവർത്തകർ ഇറങ്ങി നിന്ന് തെരുവിൽ യൂത്ത് കോൺഗ്രസ്സുകാരെ നേരിട്ടുകൊള്ളും എന്നുള്ള ധിക്കാരമാണ് നിങ്ങളുടെ മന്ത്രിയും നിങ്ങളുടെ പാർട്ടിയും പറയുന്നതെങ്കിൽ കേരളത്തിനകത്ത് യൂത്ത് കോൺഗ്രസിന്റെ സമരങ്ങൾ അതിതീക്ഷണമായ രീതിയിൽ തന്നെ കടന്നു വരും. DYFI കൊണ്ട് തടക്കാൻ കഴിയുമെങ്കിൽ അവർ തടക്കട്ടെ. അപ്പോൾ കാണാം നമുക്ക് ഈ വിഷയങ്ങളെ എവിടേക്കാണ് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്നത്. വിഷയങ്ങളെ വഴിതിരിച്ച് വിട്ടുവിട്ട് ഈ സംസ്ഥാനത്തിനകത്ത് ഉയർന്നു വന്നിട്ടുള്ള ഈ വിഷയത്തെ വഴിതിരിച്ച് വിട്ട് മറ്റൊരു രീതിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ് നിങ്ങൾ നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സാധിക്കില്ല എന്നുള്ളതാണ് സൂചിപ്പിക്കാനായിട്ടുള്ളത്. കേട്ടില്ല. ശ്രീ M പ്രകാശൻ പറഞ്ഞ് അവസാനിപ്പിക്കാം.
അരിയത്രാൻ ചോദിച്ചാൽ പയറഞ്ഞാഴി എന്ന് പറയുന്ന ഈ ചർച്ചയിൽ ഒരു മണിക്കൂറും അങ്ങ് ഞാൻ പറഞ്ഞത് പറഞ്ഞിരുന്നത് പയറഞ്ഞാഴി എന്നെ തന്നെയാണ്. കേൾക്കുന്ന ഏതെങ്കിലും UDF-കാരനോ BJP-യോ ഞാൻ പറഞ്ഞൊരു കാര്യം, കേരളത്തിൽ എന്നെ കേൾക്കുന്ന ഏതെങ്കിലും UDF-കാരനോ BJP-കാരനോ അവരുടെ തൊട്ടടുത്തുള്ള PSC-യോ താലൂക്ക് ആശുപത്രിയോ ജില്ലാ ആശുപത്രിയോ ഈ കഴിഞ്ഞ 10 കൊല്ലക്കാലം കൊണ്ട് മെച്ചപ്പെട്ടില്ല എന്ന് പറയട്ടെ. അങ്ങനെ പറയാൻ ഒരാൾക്കും സാധ്യമല്ല. ഇവിടെ പിന്നെ എല്ലാ ചികിത്സയും ലഭ്യമാകുമെന്ന് പറയാൻ സാധിക്കൂ. നിങ്ങൾ പറയുമ്പോൾ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. അല്ല, നിങ്ങൾ പറഞ്ഞില്ലല്ലോ, പ്രസംഗം നടത്തിയല്ലോ. ഞാൻ പറഞ്ഞത് നുണ പറയുന്നത് തടയാൻ വേണ്ടിയല്ലല്ലോ നിങ്ങൾ വിളിച്ചിരിക്കുന്നത്. ഞാൻ പറയുന്ന കാര്യം, നിങ്ങൾ ആരോഗ്യ രംഗത്തുണ്ടാകുന്ന ഒരു പിഴവുകളെയും ഞങ്ങൾ ഓൺ ചെയ്യുന്നില്ല. തീർച്ചയായിട്ടും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം. അന്യായങ്ങൾ ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ല. പക്ഷേ ഒറ്റക്കൊറ്റക്കുള്ള ചെറിയ സംഭവങ്ങളെ എടുത്തു വെച്ചുകൊണ്ട് ആരോഗ്യ രംഗത്തുണ്ടായിരിക്കുന്ന ഈ കഴിഞ്ഞ ഒരു കാലത്തും ഉണ്ടായിട്ടില്ലാത്ത കേരളത്തിലെ നേട്ടങ്ങളെ വിസ്മരിക്കാനും ആരോഗ്യരംഗമാകെ തകരാറിലാണ് എന്ന് സ്ഥാപിക്കാനുമുള്ള BJP-യുടെ UDF-ന്റെ നയങ്ങൾക്കും നിലപാടുകൾക്കും ദയവായി റിപ്പോർട്ടർ ഒരുപാട് സംഭവങ്ങളായി അതുകൊണ്ടാണ് പ്രശ്നം. അതുകൊണ്ട് അത് ചർച്ച ചെയ്യാതിരിക്കാൻ പറ്റില്ല. അത് ഒറ്റപ്പെട്ട സംഭവം ഉണ്ടാവില്ല. 5 കൊല്ലം എന്ന് പറഞ്ഞാല് 1800 ദിവസമുണ്ട്. അതിൽ 10-12 ദിവസം സംഭവം ഉണ്ടാവും. ഇതുള്ളത് ഞാൻ പറഞ്ഞല്ലോ, ഇന്ത്യയിലാകെയുള്ള ആവറേജിന്റെ ഒരു 10-1 കേരളത്തിലുള്ളൂ. 42 ജീവനത്തിൽ പിന്നെ പോയത് ഓർക്കുക. ശ്രീ എം പ്രകാശൻ, നമുക്ക് അടുത്ത ദിവസം നമുക്ക് ചർച്ച ചെയ്യാം. അവരുടെ വീട്ടിൽ പോയി തന്നെ ഇക്കാര്യം ഞങ്ങൾ പറയുന്നു. കാരണം അവരുടെ ദുഃഖത്തിൽ ഞങ്ങൾ പങ്കുചേരുന്നു. ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. തീർച്ചയായിട്ടും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം. പക്ഷേ അത് വെച്ച് അധിക്ഷേപിക്കാൻ റിപ്പോർട്ട് മുന്നോട്ടേക്ക് വരരുത്. ഉത്തരവാദിത്തം ഏറ്റെടുക്കൂ. ശരി, വളരെ നന്ദി ശ്രീ എം പ്രകാശൻ, ശ്രീ OJ ജനീഷ്, ശ്രീ അബ്ദുൾ ബാസിദ്, ശ്രീ A സജീവൻ ചർച്ചയിൽ പങ്കെടുത്തതിന്. കാണാം മീറ്റ് ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.